നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായിരിക്കുന്നു. മുൻ MLA-യും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ PV അൻവറും NDA സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജും നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. ഇനി ശേഷിക്കുന്നത് 16 ദിവസങ്ങൾ മാത്രം. നിലമ്പൂരിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുക രാഷ്ട്രീയമോ അതോ വികസനമോ? BJP വക്താവ് അഡ്വക്കേറ്റ് S. ജയസൂര്യൻ, കോൺഗ്രസ് വക്താവ് OK ഫാറൂഖ്, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്ക, തൃണമൂൽ കോൺഗ്രസ് വക്താവ് LR വിനയചന്ദ്രൻ എന്നിവ പങ്കെടുക്കുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ഞാൻ ഈ സംവാദം തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി ശ്രീ വിനയചന്ദ്രനിൽ നിന്ന് ആരംഭിക്കുകയാണ്. ശ്രീ വിനയചന്ദ്രൻ, പിണറായിസത്തിനെതിരെയാണ് PV അൻവറിൻ്റെ പോരാട്ടം. പക്ഷേ അത് സതീശനിസത്തിന് എതിരെ മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിലമ്പൂരിൽ കാണുന്നത്. തൻ്റെ UDF പ്രവേശം തടഞ്ഞ VD സതീശനെയാണ് അൻവർ മുഖ്യ ശത്രുവാക്കിയിരിക്കുന്നത്. പ്രഖ്യാപിത ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കുക വഴിയും സ്ഥാനാർത്ഥിയാവുകയും ചെയ്തതോടെ അൻവർ നിലമ്പൂരിൽ ആത്മഹത്യാപരമായ നിലപാടല്ലേ സ്വീകരിക്കുന്നത്? ഒരിക്കലുമല്ല. കാരണം ഒരു ഭരണ വിരുദ്ധ വികാരം ഉണ്ടായിരുന്നപ്പോൾ, അല്ലെങ്കിൽ പല നിലപാടുകളും അദ്ദേഹം ഇടത് സ്വതന്ത്രനായി മത്സരിക്കുകയും പിന്നീട് നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ചെയ്തികൾ, അല്ലെങ്കിൽ സാധാരണക്കാരെ ദ്രോഹിക്കുന്ന ചില നിലപാടുകൾ എടുക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം രാജിവെക്കുകയുണ്ടായി. ഭരണവിരുദ്ധത നിലനിൽക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു നിലപാട് എടുത്തുകൊണ്ട് പുറത്തിറങ്ങിയത് കൊണ്ട് തന്നെ അന്ന് UDF-ലെ പല നേതാക്കന്മാരും ഇദ്ദേഹത്തോട് സംസാരിക്കുകയുണ്ടായി. അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഫലമായി നിരവധി ചർച്ചകൾ നടന്നു. ആ ചർച്ചകളൊക്കെ നടന്നിട്ട് UDF കൂടി. UDF കൂടിയതിന് ശേഷവും ഇദ്ദേഹത്തെ അസോസിയേറ്റ് മെമ്പറാക്കി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചത് പ്രതിപക്ഷ നേതാവിനെയായിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോഴൊക്കെ പറഞ്ഞത് 2 ദിവസത്തിനകം പ്രഖ്യാപിക്കും എന്നായിരുന്നു. രണ്ടാഴ്ചയായിട്ടും അങ്ങനൊരു പ്രഖ്യാപനമുണ്ടായില്ല എന്ന് മാത്രമല്ല, അപ്പോഴാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് സംഭവിക്കുന്നത്. UDF സഹയാത്രികനായി അങ്ങയെ കൂട്ടാമെന്ന് പറയുകയും അവിടെ വരാൻ പോകുന്ന സ്ഥാനാർത്ഥി ഇന്ന ആളാണെന്ന് അദ്ദേഹത്തോട് ഒന്ന് ചോദിക്കുകയെങ്കിലും ആകാമായിരുന്നു. അപ്പോൾ ഇന്നാരെ നിർത്തണം എന്ന് പറയാൻ ഒരു പക്ഷേ UDF സംവിധാനം അനുവദിക്കില്ലായിരിക്കാം. ഓക്കെ, അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇദ്ദേഹം അറിയുന്നത് ഇനി ഒരു സഹയാത്രികനായി കൂടെ കൂട്ടിയിട്ട് പോലും ഇല്ല. അങ്ങനെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായ അദ്ദേഹം പറയുന്നു, ഈ സ്ഥാനാർത്ഥിയെ നിലമ്പൂരിലെ സാധാരണക്കാരന് മനസ്സിലാകാത്ത, അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ വിഷമതകൾ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് ഇത് എന്ന് അദ്ദേഹം പറയുന്നു. അത് അദ്ദേഹം പറയുന്നത് തൃണമൂലിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായി നിന്നുകൊണ്ടാണ്. അന്ന് അദ്ദേഹം UDF-നകത്തോ അല്ലെങ്കിൽ UDF-ൻ്റെ ഘടകകക്ഷിയോ UDF-ൻ്റെ സഹയാത്രികനോ അല്ല. അങ്ങനെയിരിക്കെ അദ്ദേഹം പറയുന്നു, ഇനി ശ്രീ PV അൻവറിനെ ഞങ്ങൾ ഉൾപ്പെടുത്തണമെങ്കിൽ അദ്ദേഹം മാപ്പ് പറയണം, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരിച്ചെടുക്കണം എന്ന് പറയുന്നു. എന്ത് ന്യായമാണുള്ളത്? അപ്പോൾ ഇവിടെ പ്രതിപക്ഷ നേതാവ് ഇദ്ദേഹത്തെ ചതിക്കുക എന്ന ധാരണയോടുകൂടി മാത്രമാണ് മുന്നോട്ട് പോയത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം നിലമ്പൂർ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം
ഒരു തൻ്റേതായ ഒരു നിലപാടെടുത്താൽ ഘടകകക്ഷികൾ മിണ്ടാതിരിക്കും എന്ന് അദ്ദേഹം കരുതി. കാരണം മുസ്ലിം ലീഗ് പോലെയുള്ളവർ തുറന്ന് പറയുവാനുള്ള സാഹചര്യം ഇല്ലാതാക്കി. കാര്യം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, UDFൻ്റെ ഒരു സ്ഥാനാർത്ഥിയും പ്രഖ്യാപിച്ചു. ഇനി അതിനകത്ത് നിൽക്കുന്ന ഘടകകക്ഷികൾക്ക് പോലും വ്യക്തമായ ഒരു അഭിപ്രായം പറയാൻ കഴിയാത്ത രീതിയിലേക്ക്, ചതിക്കുന്ന തരത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് ഈ കാരണങ്ങളെ കൊണ്ടെത്തിച്ചു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇതിനകത്ത് പുകയുന്ന കാര്യങ്ങൾ 23-ാം തീയതിക്ക് ശേഷം ഒരു പൊല്ലാപ്പിലേക്ക്, ഒരു പൊട്ടിത്തെറിയിലേക്ക് കടക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഓക്കെ, ശ്രീ ഫാറൂഖിലേക്ക് പോവുകയാണ്. ശ്രീ ഫാറൂഖ്, അൻവർ നിങ്ങളോടൊപ്പം സഹകരിക്കും, നിങ്ങളോടൊപ്പം പ്രവർത്തിക്കും എന്നൊക്കെ കരുതിയിരുന്ന അൻവർ ഇന്ന് സ്ഥാനാർത്ഥിയാണ്, നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. അൻവർ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശന് എതിരെയാണ്. മാത്രമല്ല, അന്തരിച്ച കോൺഗ്രസ് നേതാവ് VV പ്രകാശിൻ്റെ വീട്ടിൽ ഇന്ന് അൻവർ പോയിരിക്കുന്നു. അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം UDFൻ്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുമോ? മറ്റൊരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. ഇന്ന് UDFൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആയിരുന്നു. പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും ആ കൺവെൻഷനിൽ പങ്കെടുത്തില്ല. KPCCയുടെ മുൻ അധ്യക്ഷൻ K സുധാകരൻ പങ്കെടുത്തില്ല. മുൻ മന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന രമേശ് ചെന്നിത്തല ആ കൺവെൻഷനിൽ പങ്കെടുത്തില്ല. എന്താണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ഫാറൂഖ്? ഒന്ന്, കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് ശ്രീ PV അൻവർ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് വിജയിച്ച് 9 വർഷം, ഏകദേശം 8.5 വർഷക്കാലം CPMൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ഇവിടെ MLA ആയി മുന്നോട്ട് പോയി. അതിനുശേഷം പിണറായി വിജയൻ്റെ പിണറായിസത്തിനെതിരെയും ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങളും അതുപോലെ തന്നെ പിണറായി ഗവൺമെൻറ്റും പിണറായിയും അതുപോലെ CPIM-ഉം RSSുമായുള്ള ബന്ധവുമെല്ലാം ആരോപിച്ചാണ് അദ്ദേഹം രാജിവെക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായി. ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാഹചര്യം ശ്രീ അൻവറിൻ്റെ രാജിയാണ്. അതിൽ ഏതായാലും അദ്ദേഹത്തോട് നന്ദിയും അറിയിക്കുന്നു. കാരണം പിണറായി ഗവൺമെൻറ്റിൻ്റെ ഈ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധമുള്ള കേരളത്തിലെ 3.5 കോടി വരുന്ന ജനമുണ്ട്. 3.5 കോടി ജനങ്ങളുടെ പ്രതിഷേധം, ഈ ഗവൺമെൻറ്റിനെതിരുള്ളൊരു വികാരം നിലമ്പൂരിലെ ഏകദേശം 2,20,000-ഓളം വരുന്ന വോട്ടർമാർ ആ ജനങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനും 2025 ഡിസംബർ മാസത്തോടു കൂടി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി ജനങ്ങൾക്ക് ഈ പിണറായി ഗവൺമെൻറ്റിനെതിരെ, ഇടതുപക്ഷത്തിനെതിരെ കിട്ടിയ ഒരു വലിയ ആയുധമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഞങ്ങളൊരു വളരെ ശുഭപ്രതീക്ഷയാണ്. ഇവിടെ ആര് മത്സരിക്കുന്നു, ആർക്കും വേണ്ടി മത്സരിക്കാം. നമുക്കറിയാം ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എപ്പോഴാണ് ഉണ്ടായതെന്ന്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് എപ്പോഴാണ്? കോൺഗ്രസ് ഇവിടെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ കോൺഗ്രസ് ഒരു ഒറ്റ പേര് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് അയച്ച് ബഹുമാനായ ശ്രീ മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ ഫീൽഡിലായി. ഞങ്ങളുടെ സ്ക്വാഡ് വർക്കുകൾ വളരെ നല്ല രീതിയിൽ താഴെത്തട്ടിൽ ഇതുവരെ ഫസ്റ്റ് സ്ക്വാഡ് വർക്ക് പൂർത്തീകരിച്ചു. ഞങ്ങൾ സിസ്റ്റമാറ്റിക്കായി എണ്ണയിട്ട യന്ത്രം പോലെയാണ് UDFൻ്റെ വർക്ക് താഴെത്തട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും BJP സ്ഥാനാർത്ഥിയും ഒക്കെ വരാനുള്ള സമയം നമ്മൾ എത്രത്തോളം കണ്ടു. കാരണം ഇടതുപക്ഷം ഇവിടെ കണ്ടിരുന്നത് പാലക്കാട് പോലെ ആരെങ്കിലും അങ്ങോട്ട് ചാടിയവരെയും ഇങ്ങോട്ട് ചാടിയവരെയും കിട്ടുമോ എന്ന പ്രതീക്ഷയിലാണ് അവരിറങ്ങുന്നത്. അതുപോലെ തന്നെ BJP പാലക്കാടിലെ ഒരു ധാരണയായി മുന്നോട്ട് പോയ ഒരു തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. LDF എന്നുള്ള പേര് അവിടെ മാറ്റി കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന് പറയുന്ന CJP ആ സംഘവുമായിട്ടാണ് കടന്നുപോയത്. അവരും ഇതുപോലെ എന്തെങ്കിലും കിട്ടുമോ എന്ന് ആഗ്രഹിച്ചു നടന്നു. അപ്പോൾ ഞങ്ങൾ വളരെ ശുഭപ്രതീക്ഷയോടുകൂടി, ജനങ്ങളുടെ വികാരമാണ്, ഞാൻ ഗ്രൗണ്ട് റിയാലിറ്റിയാണ് പറയുന്നത്, ആ ഗ്രൗണ്ട് ഞങ്ങളുടെ കൂടെയാണ്, ഒരു സംശയവുമില്ല. ഞങ്ങൾ UDFിനകത്തൊരു അനൈക്യം ഇല്ല. ഞാൻ അടിവരയിട്ട് പറയുന്നു. എല്ലാ നേതാക്കന്മാരും, ഞാനൊരു കൺവെൻഷനിൽ ബഹുമാനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹം ഹജ്ജിന് പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ മുനവർ അലി ശിഹാബ് തങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു, ഇനിയും വരും. എല്ലാ ദിവസവും എല്ലാ നേതാക്കളും വരും. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല കഴിഞ്ഞ പോത്തുകല്ല്, ഈ നിയോജകമണ്ഡലത്തിലെ ഒരു പഞ്ചായത്തായ പോത്തുകല്ലിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ, തെരഞ്ഞെടുപ്പിലെ ലീഡേഴ്സ് മീറ്റ്
ഉദ്ഘാടനം ചെയ്തത് ശ്രീ രമേശ് ചെന്നിത്തലയാണ്. അപ്പോൾ അനൈക്യം ഉണ്ടാക്കിയെടുക്കുന്നതാണ് പല ചാനലുകളും പല ആളുകളും. ഈ UDF-നകത്ത് ഒരു അനൈക്യമില്ലാതെ ഇത്രയും ഐക്യത്തോടു കൂടി പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. ഇതിൽ ഞങ്ങൾക്ക് വലിയ ശുഭപ്രതീക്ഷയുണ്ട്. അപ്പുറത്തെ സ്ഥാനാർത്ഥി ആരായിക്കോട്ടെ, അത് ഞങ്ങൾക്കൊരു വിഷയമല്ല. ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പിണറായിസത്തിനെതിരെ ആ പിണറായിസത്തിനെതിരെ നിൽക്കുന്ന പലവരുമായിട്ട് സ്വാഭാവികമായും ഞങ്ങളും മുന്നോട്ട് വെക്കുന്ന ഒരു പൊളിറ്റിക്സ് അതായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ ചർച്ചകളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ പലവരും തീരുമാനങ്ങൾ ആർക്കും ഏത് തീരുമാനം എടുക്കാം. തെരഞ്ഞെടുപ്പാണ്, തെരഞ്ഞെടുപ്പിൽ ആർക്കും മത്സരിക്കാം. അത് മത്സരിക്കട്ടെ. മത്സരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഞങ്ങളൊരു വലിയ ഭൂരിപക്ഷത്തിൽ ഈ ആര്യാടൻ മുഹമ്മദിൻ്റെ മണ്ണിൽ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന ബാപ്പുട്ടി വിജയിക്കും എന്നുള്ളതിൽ ഒരു സംശയം ഞങ്ങൾക്കില്ല. ഫാറൂഖ്, ഇന്നലെ മുസ്ലിം ലീഗ് യോഗത്തിലും പ്രതിപക്ഷ നേതാവിനെതിരെ വിമർശനം ഉണ്ടായില്ലേ? പ്രതിപക്ഷ നേതാവിൻ്റെ സമീപനത്തെ വിമർശിച്ചുകൊണ്ട് ചില നേതാക്കന്മാരൊക്കെ സംസാരിച്ചില്ലേ? അത് ഇന്ന് എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഫാറൂഖ് അടിവരയിട്ട് പറയുന്നു അനൈക്യം ഇല്ല UDF-ൽ എന്ന് പറയുന്നു. പക്ഷേ എന്തൊക്കെയോ പൊട്ടിത്തെറിയും ചീറ്റലും ഒക്കെ UDF സംവിധാനത്തിൽ ഇല്ലേ? പുറത്തു നിന്ന് നോക്കുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ, ഇപ്പോൾ പ്രചരണത്തിൻ്റെ ചൂടിലാണല്ലോ, വരും ദിവസങ്ങളിൽ അതൊരു ഉരുൾപൊട്ടലായി മാറാനുള്ള സാധ്യതയുണ്ടോ? മുസ്ലിം ലീഗിൻ്റെ യോഗത്തിൽ കോൺഗ്രസിനെതിരെയും VD സതീശനെതിരെയും ശക്തമായ പ്രതിഷേധമുണ്ടായി എന്നൊക്കെ പറയുന്നത് ഒരു മാധ്യമ സൃഷ്ടിക്കപ്പുറത്തേക്കൊന്നുമില്ല. ഞാൻ ഒന്നും കൂടി അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ എല്ലാ തരത്തിലുമുള്ള ഏറ്റവും നല്ല വർക്കാണ് നിലമ്പൂരിൽ ഇപ്പോൾ നടക്കുന്നത്. എല്ലാ നേതാക്കന്മാരും അണിനിരന്നിരിക്കുന്നു. അതിന് ഓരോ പഞ്ചായത്തിനും ഓരോ ബൂത്തിനും നേതാക്കന്മാരെ ഡിവൈഡ് ചെയ്ത് കൊടുത്ത് അത് ഏൽപ്പിച്ച് അതിശക്തമായ പോരാട്ടമാണ്. ഞാൻ പറയുന്നല്ലോ, കോൺഗ്രസിനകത്തും UDF-നകത്തും ഒരു തരത്തിൽ അനൈക്യവുമില്ലാതെ മുന്നോട്ട് പോകുന്നു. പിന്നെ ഇതൊക്കെ നമ്മുടെ യഥാർത്ഥമായ വിഷയങ്ങൾ ഇവിടെ ചർച്ച നടത്താതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പലവരുടെയും പലതരത്തിലുള്ള പ്രചരണങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം ചർച്ചകൾ വരുന്നത്. ഞാൻ പാലക്കാട് ജില്ലയിലെ ഇലക്ഷൻ്റെ ഒരു മുഴുവൻ സമയമോടുണ്ടായ ഒരു വ്യക്തിയാണ്. ആ പാലക്കാട് നിയമസഭയിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പോലും പാലക്കാടിൽ ഇവിടെ UDF-ൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ 5-6 ദിവസം വരെ ഇതുപോലെ പലതും കോൺഗ്രസിനകത്ത് അനൈക്യമാണ്, DCC അവിടെ പ്രശ്നമുണ്ട്, UDF-ൽ അവിടെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. അതിൻ്റെ വഴിക്ക് വിട്ടു. അവിടെ 18,800-ൽ പരം വോട്ടുകൾക്ക് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു. അപ്പം അതുകൊണ്ട് ഇതൊക്കെ കുറച്ച് ദിവസങ്ങൾ നീണ്ടു നൽകി. ജനങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ജനങ്ങൾ ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യം, ഓരോ ദിവസവും ഭയപ്പെട്ടിട്ട് ഇവിടുത്തെ വനമേഖലയുടെ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളുടെ ഭീതി, അവർക്ക് അതിനൊരു മോചനം വേണ്ടേ? എത്ര ആളുകളാണ് 6 മാസത്തിനുള്ളിൽ മരണപ്പെട്ടത്? 2 പേര് ആന ചവിട്ടിക്കൊല്ലുന്നു. ഇവിടെ കെണിവെക്കുന്നു. കടുവക്ക് കെണിവെച്ച പുലി കയറുന്നു. അപ്പോൾ കടുവയും പുലിയും എല്ലാം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ വന്യമൃഗങ്ങൾ ഇത്രത്തോളം നാടിൻ്റെ മനുഷ്യരെ കൊന്ന് തിന്നുന്ന ഒരു കാലം ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ടോ? ആ സമയത്ത് നമ്മുടെ ഈ സങ്കടം ആരോടാ പറയുക? ഒരു ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്തൊരു മന്ത്രിയുണ്ട്, വനംവകുപ്പ് മന്ത്രി. അദ്ദേഹം ഇവിടെ നിലമ്പൂരിലും വയനാട്ടിലും പാവപ്പെട്ട മനുഷ്യരെ ആന ചവിട്ടിക്കൊല്ലുമ്പോൾ, അതുപോലെ കടുവ കടിച്ചു തിന്നുമ്പോൾ നല്ല ഹിന്ദി പാട്ട് തേരേ പേരേ എന്ന് പറഞ്ഞ് പാട്ടും വെച്ച് നടക്കുന്ന ഒരു മന്ത്രിയുള്ള നാട്ടിൽ ജനം ഈ പറയുന്നതിലേക്കൊന്നുമല്ല ശ്രദ്ധിക്കുന്നത്. ജനത്തിൻ്റെ ഈ നിലമ്പൂരിലെ മുഴുവൻ വോട്ടർമാരുടെ അറ്റൻഷൻ എന്ന് പറയുന്നത് ഇതിലേക്കാണ്. ഈ ദുർഭരണമാണ്. ആശാവർക്കർമാരുടെ വിഷമം, ആശാവർക്കർമാരുടെ സങ്കടം, തലമുണ്ടനം ചെയ്യപ്പെട്ട ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ നിലമ്പൂരിലെ ജനങ്ങൾ വോട്ട് നൽകാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഈ കാലഘട്ടത്തിൽ വിലക്കയറ്റം, അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ ഗവൺമെൻറ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതും, വെള്ളക്കരം വർദ്ധിപ്പിച്ചതും, ഭൂനികുതി വർദ്ധിപ്പിച്ചതും, കെട്ടിട നികുതി വർദ്ധിപ്പിച്ചതും, പോലീസ് നിഷ്ക്രിയത്വവും, സ്ത്രീകൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളും, ഇതാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ആ ചർച്ചയിൽ ജനം കാത്തിരിക്കുന്നു. ഒരു വിധിയുണ്ട്. ആ വിധി 2023
പ്രിയപ്പെട്ട ശ്രീ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയത്തിലൂടെ കാണാൻ കഴിയും. ബാക്കിയുള്ള ചർച്ച നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല മാധ്യമങ്ങളും ഇത്തരം ചർച്ചകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കൊക്കെ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതുകൊണ്ട് മാത്രമാണ് യഥാർത്ഥ പൊളിറ്റിക്സ് ചർച്ച ചെയ്യട്ടെ, യഥാർത്ഥ വിഷയം ചർച്ച ചെയ്യട്ടെ. ജനം ചർച്ച ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ പ്രിയപ്പെട്ട മാധ്യമങ്ങളും ഉണ്ടാകണമെന്നുള്ള വിനീതമായൊരു അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഓക്കെ, ഞങ്ങൾ ഈ ഡിബേറ്റിൽ ഞങ്ങളുടെ ചോദ്യം തന്നെ ഇതായിരുന്നു. വെറും കക്ഷി രാഷ്ട്രീയം മാത്രമാണോ ചർച്ച ചെയ്യുക, അതോ വികസനം ചർച്ച ചെയ്യുമോ, ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമോ എന്ന് ഇപ്പോൾ ഫാറൂഖ് ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ജനകീയ പ്രശ്നങ്ങൾ, അതുപോലെ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത, ദുർഭരണം, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഫാറൂഖ് സംസാരിച്ചത്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, LDFും UDFും തമ്മിലുള്ള ഒരു സാധാരണ ഏറ്റുമുട്ടൽ എന്ന് പ്രതീക്ഷിച്ച ഇടത്ത് നിന്ന് ഒരു ചതുഷ്കോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് തോന്നുന്നില്ലേ? BJPയുടെ സാധ്യതകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ശ്രീ ഫാറൂഖ് പറഞ്ഞു നിർത്തിയത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് വികസനം ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളത് BJP എല്ലാ കാലത്തും പറയുന്നത് അതാണ്. കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വികസനം എന്നുള്ളത് ഒരിക്കലും ചർച്ച ചെയ്യപ്പെടാറില്ല. സെൻസേഷണൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് കൊണ്ടുവരിക, ആ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയെങ്കിലുമൊക്കെ കടത്തിക്കൊണ്ടു പോവുക, ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ പരസ്പരം മത്സരിക്കുന്നതിന്റെ ആ ഒരു അവഹേളത, അതായത് ആ ഒരു അപഹാസ്യത മറച്ചുവെക്കുക, ഇതൊക്കെയാണ് കേരള തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത്. പക്ഷേ ഇവിടെ BJP ആവശ്യപ്പെടുന്നത് നമ്മുടെ വികസനം ചർച്ച ചെയ്യപ്പെടണം. നിലമ്പൂർ മണ്ഡലത്തിലും അതുപോലെ കേരളത്തില് ആകമാനവും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ കാര്യങ്ങൾ, ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ഈ ഭരണത്തെ അതുപോലെ തന്നെ പ്രതിപക്ഷത്തെയും വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നിലമ്പൂർ എന്ന് പറയുന്ന മണ്ഡലം നമുക്കറിയാം, കാർഷിക പ്രധാനമായിട്ടുള്ള മണ്ഡലമാണ്, മലയോര മേഖലയാണ്, വന്യമൃഗങ്ങളുടെ ശല്യം ധാരാളമുള്ള പ്രദേശമാണ്. അപ്പോൾ അതൊക്കെ തന്നെ സജീവമായ ചർച്ചാ വിഷയമാവുക തന്നെ ചെയ്യും. വന്യമൃഗങ്ങളുടെ കാര്യം പറയുമ്പോൾ കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് കേരളത്തിൽ തന്നെ വന്ന് വയനാട്ടില് അദ്ദേഹം വ്യക്തമായി പറയുകയുണ്ടായി, ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിൽ യാതൊരു മടിയും ആരും വിചാരിക്കേണ്ടതില്ല. നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ 1000 രൂപയും മറവ് ചെയ്യാൻ 2000 രൂപയും അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വഹിക്കാം, അവർ ചെയ്യണം, അതിന് നിയമമുണ്ട്. കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞു ശല്യമുണ്ടാക്കുന്ന മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ നിയമപരമായി പ്രശ്നമില്ല. ഹൈക്കോടതി പറഞ്ഞു DFOയ്ക്ക് ഇതിനുള്ള ഉത്തരവ് കൊടുക്കാനുള്ള അധികാരമുണ്ട്, നിയമം അവിടെയുണ്ട്. എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല? ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്, പല വിഷയങ്ങളിൽ ഒരെണ്ണമാണിത്. അതുപോലെ കേരളത്തിന്റെ വനം വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി എല്ലാ വർഷവും കേന്ദ്ര ഗവൺമെന്റ് 78 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന് കൊടുക്കുന്നുണ്ട്. അത് ചെലവാക്കുന്നില്ല. അതിൽ പലപ്പോഴും ലാപ്സാക്കുന്നു, പലപ്പോഴും 1-2 ജീപ്പ് മേടിച്ച് അതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളുണ്ട് അവിടെ. വനത്തിനുള്ളിൽ കുടിവെള്ളവും ഭക്ഷണവും കൊടുത്താൽ വന്യമൃഗങ്ങൾ വനമിറങ്ങി നാട്ടിലേക്ക് വരില്ല. ഫെൻസിങ് കൊടുക്കാനും ഇലക്ട്രിക് വേലി കൊടുക്കാനും അതുപോലെ തന്നെ നിരീക്ഷണ സംവിധാനങ്ങളും ക്യാമറകളും ഏർപ്പെടുത്താനും കിടങ്ങ് കുഴിക്കാനും എന്ത് കാര്യത്തിന് വേണ്ടിയുമുള്ള ഫണ്ടുണ്ട്. 5 കൊല്ലക്കാലം കൂടുമ്പോൾ 600 കോടി രൂപയുടെ ഫണ്ടുണ്ട്. ഇതെല്ലാം ലാപ്സാക്കിയ ഒരു സംസ്ഥാന ഗവൺമെന്റാണ് ഇവിടെ ഭരിക്കുന്നത്. ജയസൂര്യ, ഇപ്പോൾ ഒരു നിയമനിർമ്മാണത്തിലേക്ക് പോകുന്നതാണല്ലോ പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമനിർമ്മാണത്തിലേക്ക് പോകും. ഈ വന്യമൃഗങ്ങളെ, അതായത് ജനജീവിതത്തിന് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ നിയമനിർമ്മാണം, അതാണല്ലോ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും അങ്ങനെ ഒരു പ്രഖ്യാപനം വന്നത്. അതിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നറിയില്ല. അല്ല, നിയമനിർമ്മാണത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഈ നിലവിലുള്ള നിയമം ഒന്ന് ഉപയോഗിച്ചാൽ മതിയല്ലോ. നിലവിലുള്ള നിയമം ഉപയോഗിക്കുന്നില്ല, നിലവിൽ കിട്ടിയിരിക്കുന്ന ഫണ്ട് ലാപ്സാക്കുക അല്ലാതെ അതെടുത്ത് ഉപയോഗിക്കുന്നില്ല. യാതൊരു തരത്തിലും മനുഷ്യന്റെ ഭാഗത്ത് നിൽക്കുന്നില്ല, മൃഗങ്ങളുടെ ഭാഗത്താണ് ഭരണകൂടം നിൽക്കുന്നത്, സംസ്ഥാന ഗവൺമെന്റ് നിൽക്കുന്നത്. അപ്പൊ നിയമനിർമ്മാണത്തിന് പോകുമെന്നൊക്കെ പറയുന്നത് കണ്ണിൽ പൊടിയിടലാണ്. ഏത് കാര്യം വരുമ്പോഴും അങ്ങനെയാണല്ലോ. മുനമ്പം കാര്യം വന്നപ്പോഴും കമ്മീഷനെ വെക്കും, നിയമപരമായി പോകും എന്നൊക്കെയല്ലേ പറഞ്ഞത്. അപ്പൊ നിയമം എടുത്ത് കാണിച്ച് നിയമത്തിന്റെ നൂലാമാലകളിലൂടെ ജനശ്രദ്ധ തിരിച്ചു വിടുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ സ്ഥിരം പരിപാടി മാത്രം അതല്ലല്ലോ വേണ്ടത്. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ റബ്ബറിന് 250 രൂപ കൊടുക്കുമെന്ന് പ്രകടന പത്രികയിൽ അച്ചടിച്ച ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. റബ്ബറിന് കാര്യമായിട്ട് സ്വാധീനമുള്ള മേഖലയാണ് നിലമ്പൂർ മണ്ഡലം. അവിടെ എന്ത് മറുപടി ഇടതുപക്ഷം പറയും? അത് ജനങ്ങൾ കാര്യമായി ചോദ്യം ചെയ്യാനിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അപ്പൊ കാർഷിക മേഖലയിലെ പ്രഖ്യാപിക്കപ്പെട്ട യാതൊരു കാര്യങ്ങളും ഇന്ന് വരെ നടപ്പാക്കാത്ത ഒരു സംസ്ഥാന ഗവൺമെന്റ്. ഇപ്പൊ നമുക്കറിയാമല്ലോ, കൃഷിഭവനുകളിൽ നിന്നെല്ലാം ധാരാളം കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഉടനെ വരണം, രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ ആനുകൂല്യം കിട്ടില്ല, കിസാൻ സമ്മാൻ നിധി മുടങ്ങും എന്ന് പറഞ്ഞ് മനുഷ്യനെ ഭയപ്പെടുത്തുകയാണ്. 8 വർഷം മുമ്പ്
കിസാൻ സമ്മാൻ നിധി നടപ്പാക്കിയ സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞതാണ് സംസ്ഥാന ഗവൺമെന്റുകളോട് എല്ലാം ആവശ്യപ്പെട്ടു. എന്താ ആവശ്യപ്പെട്ടത്? റവന്യൂ ഭൂമിയുടെയും കൃഷിഭൂമിയുടെയും കൃത്യമായ കണക്ക്, കാർഷിക വിളകളുടെ കൃത്യമായ കണക്ക്, അതിനൊരു പോർട്ടൽ ഉണ്ടാക്കി അതിൽ അപ്ലോഡ് ചെയ്യണം. അത് കേന്ദ്ര ഗവൺമെന്റ് പോർട്ടലിലും കൊടുക്കണം. അപ്പോൾ ഇത് കേരളമാണ്, ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾ കേന്ദ്ര നിയമത്തിനെതിരാണെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ ബാക്കി 28 സംസ്ഥാനങ്ങളിൽ 27 സംസ്ഥാനങ്ങളും ഈ കാര്യങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞിട്ടും കേരളം അംഗീകരിച്ചില്ല. എന്നിട്ട് ഇപ്പോൾ എന്താ? ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നൊരു നയാ പൈസ കിട്ടില്ല, അംഗീകരിച്ചേ പറ്റൂ എന്ന് വന്നപ്പോൾ ഇപ്പോൾ കർഷകരെ ഇട്ട് നെട്ടോട്ടം ഓടിക്കുകയാണ്. ആദ്യം കതിർ ആപ്പിൾ രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നു, ഇപ്പൊ അഗ്രി സ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നു, ഇപ്പോൾ കിസാൻ സമ്മാൻ നിധിക്ക് വീണ്ടും രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നു. മനുഷ്യനാകെ ആശങ്കയിലാണ്. കിട്ടിക്കൊണ്ടിരുന്ന പൈസ കിട്ടാതിരിക്കാനുള്ള നടപടികളാണ് ഈ സംസ്ഥാന ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ നിശിതമായിട്ട് വിശകലനം ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയിരിക്കും ഇതെന്ന് ഞങ്ങൾ കരുതുന്നു. അതുപോലെ തന്നെ പ്രതിപക്ഷം ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി പ്രതിപക്ഷം എന്ത് ചെയ്യുന്നു? ജനങ്ങളോടൊപ്പം നിൽക്കുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ എന്ന് പറയുന്ന മണ്ഡലത്തിന്റെ അതിർത്തിക്ക് അപ്പുറത്ത് ചെല്ലുമ്പോൾ ഇവര് ഇന്ത്യ മുന്നണിയിലെ 2 ഘടകകക്ഷികളാണ്, ഒക്കെ ചെങ്ങായിമാരാണ്. ഇവർക്ക് അങ്ങനെ പരസ്പരം എതിർക്കാനൊന്നും പറ്റില്ല. അപ്പോ ആ ഒരു പരിമിതിക്കുള്ളിലാണ് കേരളത്തിന്റെ പ്രതിപക്ഷം എന്ന് പറയുന്ന UDF-ന്റെ അവസ്ഥ. കാരണം ഇവര് പരസ്പരം സഹായിച്ചില്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തൊരു മുന്നണിയാണ്. അപ്പോൾ കേരളത്തിന്റെ ഉള്ളില് ഈ നാടകങ്ങളൊക്കെ കളിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ചിന്തിക്കണം. കാരണം കേരളത്തിന് പുറത്ത് ജനങ്ങൾ ഇത് അനുഭവിക്കുന്നു. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ, വികസനങ്ങൾ എന്തുകൊണ്ട് കേരളത്തിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല? അതിന്റെ കാരണം UDF-ന്റെയും LDF-ന്റെയും ഈ കപട രാഷ്ട്രീയമാണ്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താ? കേരളത്തിന് വികസനം മുരടിക്കുന്നു, ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ജനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇത് മാറും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇവിടെ ആര് ജയിച്ചാലും ആര് തോറ്റാലും ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുന്നണിയെ സംബന്ധിച്ച് അത് ബാധിക്കുന്ന പ്രശ്നമില്ല. അവരുടെ ഭൂരിപക്ഷം പോകുന്നില്ല, മുഖ്യമന്ത്രി താഴെ ഇറങ്ങേണ്ടി വരില്ല. അനാവശ്യമായ ഒരു തെരഞ്ഞെടുപ്പ് ശ്രീ PV അൻവർ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് PV അൻവറിന് എന്ത് നേട്ടമുണ്ടാകും എന്നുള്ളത് കണ്ടറിയണം. LDF-നോ UDF-നോ എന്ത് നേട്ടമുണ്ടാകും, എന്ത് കോട്ടമുണ്ടാകണം, അതും കണ്ടറിയണം. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായിട്ടും നിലമ്പൂരിലെ വോട്ടർമാരും ചിന്തിക്കേണ്ട ഒരു കാര്യം വികസനം എന്നുള്ള പ്രധാനപ്പെട്ട അജണ്ടയാണ്. ശ്രീ ഫാറൂഖ് അത് ചൂണ്ടിക്കാണിച്ചു. എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം വികസനം എന്ന് പറയുന്നത് ഒരു അജണ്ടയായിട്ട് മുന്നോട്ട് വെക്കാൻ UDF തയ്യാറായത് തീർച്ചയായിട്ടും നല്ല ഒരു ലക്ഷണമാണ്. ഞാൻ പറയുന്നത് ശ്രീ PV അൻവർ ഈ വികസനത്തെ കുറിച്ച് പറയട്ടെ. PV അൻവർ അവിടെ ഇത്രയും കാലം പക്ഷേ നിലമ്പൂരിന്റെ വികസനം ചർച്ച ചെയ്യുമ്പോൾ UDF അത് പ്രധാന വിഷയമാക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ആര്യാടൻ മുഹമ്മദ് എനിക്ക് തോന്നുന്നു 9 ടേമാണെന്ന് തോന്നുന്നു നിലമ്പൂരിനെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചത്. MP ഗംഗാധരൻ 2 ടേം പ്രതിനിധീകരിച്ചു അല്ലേ? അപ്പോൾ 11 ടേം UDF-ന്റെ പ്രതിനിധികളായിരുന്നു. എന്നിട്ടും ഇപ്പോഴും വികസനം ഒരു കീറാമുട്ടിയായി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം UDF-ന് കൂടി ആയിരിക്കില്ലേ? ഫാറൂഖാണ് അതിന് മറുപടി പറയേണ്ടത്. ഫാറൂഖ്. ഓക്കെ, ഞാൻ പറഞ്ഞത് വ്യക്തമായി പറയാം. 1987 മുതലാണ് ശ്രീ ആര്യാടൻ മുഹമ്മദ് ഈ നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ പ്രതിനിധീകരിക്കുന്ന MLA ആയത്. നിങ്ങൾ ഈ മണ്ഡലത്തിൻ്റെ ഒരു അവസ്ഥ എന്തായിരുന്നു എന്ന് ഓർക്കണം. ഈ മണ്ഡലത്തിലെ മുഴുവൻ പ്രദേശങ്ങളും എല്ലാ പഞ്ചായത്തുകളും ഒരു കാലത്ത് നമുക്ക് ചുറ്റി കാണണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് നിന്ന് വേറെ പ്രദേശത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ദിവസം എടുക്കുമായിരുന്നു. കാരണം ഇവിടെ ദ്വീപുകളായിട്ടായിരുന്നു, ഒരു കണക്ടിവിറ്റി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്ന ഈ നിലമ്പൂർ മണ്ഡലം, ഞാൻ ഇപ്പോൾ നിലമ്പൂരിൻ്റെ ചർച്ചയിൽ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് പറയാം, ആ മണ്ഡലത്തിൽ ഇന്ന് ഞാൻ പറഞ്ഞു 2 ദിവസം ചുറ്റിക്കാണേണ്ട ഒരു അവസ്ഥയിൽ നിന്നും 2 മണിക്കൂർ വേണ്ട ഈ 7 പഞ്ചായത്തും ഈ 7 പഞ്ചായത്തും ഈ ഒരു മുനിസിപ്പാലിറ്റിയും കാണാൻ. എന്ന് വെച്ചാൽ അത്രത്തോളം പാലങ്ങൾ, അത് ഒരു കണക്ടിവിറ്റി ഉണ്ടാക്കിയത് ഒരൊറ്റ പഞ്ചായത്തായിട്ട് മാത്രം ഈ നിലമ്പൂർ അസംബ്ലി ഉണ്ടായിരുന്നതാണ്. ഒരു വില്ലേജ്, അതിൽ നിന്ന് 8 വില്ലേജും 7 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയുമായിട്ട് മാറുന്നു. ഇവിടെ വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ശ്രീ ആര്യാടൻ മുഹമ്മദിൻ്റെ കാലത്ത് ആര്യാടൻ മുഹമ്മദിൻ്റെ വികസനവും കരുതലുമായിരുന്നു. ആര്യാടൻ മുഹമ്മദിൻ്റെ വീടൊരു പ്രത്യേകതയാണ്. നിങ്ങളവിടെ വന്നിട്ടുണ്ടോ കണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ഗേറ്റ് നടക്കാറില്ല. ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യരെയും അവരുടെ വീടുകളിൽ സ്വീകരിക്കുന്നു, ഒരു പ്രശ്നപരിഹാരത്തിൻ്റെ ഒരു സ്ഥലമായി മാറുന്നു.
ആർക്കും ആരുടെയും സങ്കടവും വേവലാതിയും പറയാൻ ഒരിടമുണ്ടായിരുന്നത് ശ്രീ ആര്യാടൻ്റെ വീടും ആര്യാടനുമായിരുന്നു. അങ്ങനെ ഈ നിലമ്പൂരിലെ ജനത സ്വീകരിച്ച ഒരു വലിയ മനുഷ്യനാണ് ശ്രീ ആര്യാടൻ മുഹമ്മദ് എന്നുള്ളതിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ കാലത്ത് തുടങ്ങി വെച്ച പദ്ധതികൾ പൂർത്തീകരിക്കാനോ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനോ ഇടതുപക്ഷ സർക്കാരിനും അന്നത്തെ ഇപ്പോഴത്തെ MLAക്കും സാധിച്ചില്ല എന്നുള്ളതാണ്. KSRTC ബസ് ടെർമിനൽ നമുക്കവിടെ കാണാം. അവിടെ പണി ഏകദേശം ഒരു 60% പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കി പൂർത്തീകരിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. ഇവിടെ ഒരു ഗവൺമെൻറ് കോളേജ് ഇവിടെ കൊണ്ടുവന്നത് ശ്രീ ആര്യാടൻ മുഹമ്മദാണ്. ഇവിടെ ഗവൺമെൻറ് കോളേജ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഗവൺമെൻറ് കോളേജ് കൊണ്ടുവന്നു, അവിടെ പിന്നെ പഠനം തുടങ്ങി. പക്ഷേ ഒരു ഉചിതമായ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഒരു കോളേജിൻ്റെ ബിൽഡിംഗ് സ്ഥാപിക്കാൻ പിന്നീട് ഗവൺമെൻറ് മാറിയപ്പോൾ ഇവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിലമ്പൂരിൻ്റെ ഏറ്റവും വലിയ ആവശ്യം, ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഇരിക്കുന്നത് നിലമ്പൂരിൻ്റെ ടൗണിലാണ്. ഇത് അതിന് സൈഡിൽ വളരെ ഈ മെയിൻ ഹൈവേയുടെ സൈഡിൽ ടൗണിലാണ്. ഇവിടെ എപ്പോഴും ട്രാഫിക്കാണ്. അവിടെ ഒരു ബൈപ്പാസ് അതിനു വേണ്ടിയും മുന്നോട്ട് വന്നത് ശ്രീ ആര്യാടൻ. ഞാൻ നിലമ്പൂരിൻ്റെ കഥകൾ പറഞ്ഞപ്പോൾ, നിലമ്പൂരിൻ്റെ വികസനം പറഞ്ഞപ്പോൾ ആര്യാടൻ മുഹമ്മദ് തുടങ്ങി വെച്ച, ഞാൻ പറഞ്ഞല്ലോ, ദ്വീപുകളായി കിടന്നിരുന്ന നിലമ്പൂരിനെ ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവന്നു, കണക്ടിവിറ്റി ഉണ്ടാക്കി, അവിടെ പാലങ്ങളെല്ലാം നിർമ്മിച്ച് ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഈ കോൺഗ്രസ് ആര്യാടൻ മുഹമ്മദിന്റെ ജനകീയത അംഗീകരിക്കുന്നു. അതേസമയം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, 9 വർഷം ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച അൻവറിൻ്റെ സംഭാവനകളൊന്നുമില്ല എന്നാണോ? അങ്ങനെയാണോ നമ്മൾ വിലയിരുത്തേണ്ടത്? അല്ല, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. PV അൻവർ തന്നെ പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു വികസനം കൊണ്ടുവരാൻ എന്നെ ഇവിടുത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി സമ്മതിക്കുന്നില്ല എന്നുള്ളത്. ഞാൻ ഇവിടെ ഏതൊരു പ്രവൃത്തിയും ഏതൊരു വികസന കാര്യങ്ങളും പറയുമ്പോൾ എന്നെ എതിർക്കുന്നത് ഇവിടുത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ് ശ്രീ അൻവറാ പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല. അപ്പോൾ അത് അവിടെ കിടക്കുകയാണ്. അദ്ദേഹത്തോട് ചോദിക്കണം. ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് പൂർണ്ണമായി സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു വിഷയം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു മാറ്റം ജനം ആഗ്രഹിക്കുകയാണ്. പിന്നെ ഇവിടെ നേരത്തെ BJP-യുടെ പ്രതിനിധി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ INDIA എന്നുള്ളത് മൊത്തം വായിക്കാൻ അറിയുന്നില്ല. ഈ സ്പെല്ലിംഗ് കൂട്ടി വായിക്കാൻ അറിയില്ല എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇന്ത്യ മുന്നണിയുടെയും അതുപോലെ NDA മുന്നണിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നില്ല എന്ന് ഒരു ഘട്ടത്തിൽ പറയുന്ന അവസ്ഥ വന്നു. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ ഞാൻ ചോദിക്കട്ടെ, 6 മാസത്തിലപ്പുറത്തേക്ക് ഒരു സ്ഥലത്ത് MLA ഇല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ നിയമപ്രകാരം എന്തായാലും അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കണം 6 മാസത്തിനകത്ത് എന്നുള്ളതുണ്ട്. അവിടെ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കണം, അതല്ലേ രാഷ്ട്രീയ പാർട്ടികൾ. അവിടെ ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കണ്ടേ? ഇത് മത്സരിക്കണ്ടേ എന്നുള്ള തീരുമാനം എന്താണ് അത് വൈകിപ്പിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഞങ്ങൾക്കും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതൊക്കെ ഒരു ചില അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെയും ചില അവരുടെ കക്ഷികളോടൊക്കെ ഒരുമിച്ചിട്ടുള്ളൊരു മുന്നോട്ട് പോക്കിൻ്റെയും ഭാഗമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച AKG സെൻറ്ററിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതാണ് നിലമ്പൂരിലെ CJP-യുടെ സ്ഥാനാർത്ഥി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇപ്പോൾ താമര ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വരുന്നുണ്ടെങ്കിൽ അത് ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞ പോലെ എനിക്ക് പറയാനുള്ളൂ, മഞ്ചേരിയിൽ നിന്നും വഴിക്കടവിൽ ബസ്സിൽ പോകുന്ന ഒരാളെ പിടിച്ച്, അല്ല ഞാൻ പറയുന്നു, ഒരു മഞ്ചേരിയിൽ നിന്ന് വഴിക്കടവിലേക്ക് പോകുന്ന ബസ്സിൽ പോകുന്ന ഒരാളോട് പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി, ഒരു ഡെമ്മി സ്ഥാനാർത്ഥിക്ക് അപ്പുറത്തേക്ക്. ഇത് 100% CPM BJP-യുടെ ഈ അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി. ഇത് ഞാൻ പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. ഇതെല്ലാം ഇവിടെ കണ്ടതാണ്. ഞാൻ പാലക്കാട് വെച്ച് ഇതെല്ലാം കണ്ടതാണ്. പാലക്കാട് ബൈ ഇലക്ഷനിൽ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്, അത് നമ്മൾ കണ്ടതാണ്. അതിനു മുമ്പ് തൃശ്ശൂർ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യൻസിൽ അവിടെയും നമ്മൾ കണ്ടതാണ്. പൂരം കലക്കുന്ന തരത്തിലേക്ക് ADGP-യും ദത്താത്ര ഒസാബല എന്ന് പറയുന്ന RSS നേതാവുമായുള്ള ഡിസ്കഷനൊക്കെ നമ്മൾ നടന്നതാണ്, കണ്ടതുമാണ്. അതുകൊണ്ട് പറയുന്നത് BJP-യുടെ സ്ഥാനാർത്ഥി പറഞ്ഞു, ഈ BJP-യുടെ പ്രതിനിധി പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾ പ്രതിപക്ഷം അങ്ങനെയാണോ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നില്ല. മറുപടി എനിക്കിതേ ഉള്ളൂ, നിങ്ങളാണ് ഇവിടെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിലേക്ക് കേരളത്തിൽ ഈ നിലമ്പൂരിലൊക്കെ കാണുന്നതെന്ന് എനിക്ക് നോക്കിക്കാണാൻ കഴിയുന്നത്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, CPM-ഉം BJP-യും തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് എന്നുള്ളത് ഒരു സ്ഥിരം ആരോപണമാണ്. അത് BJP-യുടെ നേതാക്കന്മാർ തന്നെ അതിൽ വ്യക്തത വരുത്തിയിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോഴും ആ സംശയം അവശേഷിക്കുകയാണ്. ആ സംശയം മാത്രമല്ലല്ലോ, ഈ ഇന്ത്യ എന്നുള്ളത് മുഴുവനായിട്ട് പറയാൻ അറിയില്ലേ എന്ന് അദ്ദേഹം ചോദിക്കും. അതില് ഈ ഇന്ത്യയുടെ അവസാനത്തെ A എന്ന് പറയുന്നത് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. അലയൻസ് എന്നാണ്. ഞാനിവിടെ പറഞ്ഞത് ഇന്ത്യ മുന്നണി എന്നാണ്. മുന്നണി എന്ന് പറഞ്ഞാൽ അലയൻസ്.
അപ്പോ ആ അലയൻസിനെ എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണി എന്ന് തന്നെ പറഞ്ഞത്. അല്ലെങ്കിൽ അലയൻസ് എന്നുള്ളതല്ല എന്ന് പറയട്ടെ, ആണല്ലോ. പിന്നെ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യയില് ഒരു ഗംഗാ പ്രവാഹമാണ്. അതിലേക്ക് ഒഴുകിച്ചേരാനുള്ള പോഷക നദികളാണ് കോൺഗ്രസും CPM-ഉം. കോൺഗ്രസിന്റെ MLA-മാര് MP-മാര് ഇന്ന് BJP-യിൽ കാണുന്ന 60% MLA MP-മാര് പണ്ട് കോൺഗ്രസ്സുകാരായിരുന്നു. അവരൊക്കെ ഒഴുകിച്ചേർന്നതാണ് ഇങ്ങോട്ട്. CPM-ന്റെ 24 മുൻ MLA-മാരാണ് ഇപ്പൊ BJP-യിലെ നേതാക്കന്മാരാണ്, പലരും MP-മാരാണ്. അപ്പോൾ CPM-ഉം ഈ BJP-യിലേക്ക് തന്നെ ഒഴുകിച്ചേരാനുള്ളവരാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവരൊക്കെ ഞങ്ങളുടെ പോഷക നദികളായിട്ട് തന്നെയാണ് കാണുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ളത് 60% MLA-മാരെയും MP-മാരെയും തന്നിട്ടുള്ളത് കോൺഗ്രസ് ആണ്. CPM മാത്രം വലിയ കക്ഷിയല്ലാത്തതുകൊണ്ട് അവർക്ക് പറ്റുന്നപോലെയൊക്കെ തരാൻ പറ്റുള്ളൂ. എന്നാലും ഒരു 24 MLA-മാരെ BJP-യിലേക്ക് തന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു പരിവർത്തനമാണ്. അത് കേരളത്തിലും സംഭവിക്കും, അതിനൊരു സംശയവുമില്ല ആ കാര്യത്തിൽ. കാരണം കേരളത്തിലെ ജനങ്ങൾ ഈ രണ്ട് മുന്നണിയെയും അതുപോലെ അനുഭവിച്ചു മടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മാറ്റം എന്നുള്ളത് സാധ്യമാണ് എന്ന് തെളിയിക്കുന്നതാണ് ശ്രീമാൻ സുരേഷ് ഗോപിയുടെ വിജയം. അതൊരു വലിയ സാധ്യതയും തന്നെയാണ്. നമുക്കറിയാമല്ലോ, തിരുവനന്തപുരത്തും ആറ്റിങ്ങലും ഒക്കെ BJP നടത്തിയ പാർലമെന്റിലെ വലിയ മുന്നേറ്റം. ഇന്നിപ്പോൾ കേരളത്തിലെ 10-30ഓളം സീറ്റുകളിൽ, അസംബ്ലി സീറ്റുകളിൽ BJP 1ഉം 2ഉം സ്ഥാനങ്ങളിലൊക്കെ വന്ന് തൊട്ടടുത്ത് നിൽക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ മാറിയ സാഹചര്യം കേരള രാഷ്ട്രീയത്തിന്റെ സാഹചര്യത്തിന്റെ വലിയൊരു അടിയൊഴുക്കാണ് സംഭവിക്കാൻ പോകുന്നത്. ആ സംഭവം നിലമ്പൂരിൽ നിന്ന് തന്നെ ആരംഭിക്കും എന്ന് ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. കാരണം നിലമ്പൂരിന്റെ കാർഷിക പശ്ചാത്തലം, മലയോര കർഷകരുടെ പശ്ചാത്തലം, ആ പശ്ചാത്തലത്തിലൊക്കെ പരമ്പരാഗതമായിട്ടുള്ള ജാതി മത രാഷ്ട്രീയത്തിന്റെയും അതുപോലെ UDF എന്ന് പറയുന്ന സംവിധാനം പരിപൂർണമായും ഇസ്ലാമിക ശക്തികൾക്ക് കീഴടങ്ങിയതിന്റെയും മുസ്ലിം ലീഗിന്റെ അജണ്ടയ്ക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരവസ്ഥയും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ കേരളത്തിന്റെ ഭാവി ഈ പറയുന്ന രണ്ട് മുന്നണികൾക്കും ഒന്നും ചെയ്യാനില്ല എന്ന് വ്യക്തമായിട്ടുണ്ട്. കാരണം അവരുടെ ഭരണം ഇപ്പൊ നിലമ്പൂരെ സംബന്ധിച്ചാണെങ്കിലും ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞു 11 തവണ UDF ഭരിച്ച സ്ഥലമാണ്, അതുപോലെ തന്നെ CPM-ഉം ഭരിച്ച സ്ഥലമാണ്. ഇനി ഇതിൽ കൂടുതൽ അവർക്ക് എന്ത് ചാൻസാ കിട്ടാനുള്ളത്? കേരളം ഉണ്ടായിരുന്നിടത്തോളം കാലം LDF-ഉം UDF-ഉം നിലമ്പൂര് ഭരിച്ചിട്ട് ഇപ്പോഴും നിലമ്പൂരിന്റെ അവസ്ഥകളെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ ആരാണ് പ്രതികൾ? അവിടെ UDF-ഉം LDF-ഉം പ്രതികളാണ്. ഏറ്റവും കൂടുതൽ ഭരിച്ച UDF ഏറ്റവും കൂടുതൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ വസ്തുതകൾ ചർച്ചാ വിഷയമാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. അതങ്ങനെ ആവുകയും ചെയ്യും. ശ്രീ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതിന്റെ രണ്ട് വശവും ഒരുപോലെ ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. UDF എന്ത് നിലപാടെടുത്തത്, LDF എന്ത് നിലപാടാണ് എടുത്തത്, വികസനത്തിന്റെ കാര്യത്തിൽ ഈ രണ്ട് മുന്നണികളും എന്താണ് ചെയ്തത്. പക്ഷേ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിന്റെ പാർട്ടി, അതുപോലെ തന്നെ അൻവർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ നിലപാടുകൾ, അത് കേരള രാഷ്ട്രീയത്തിന് എന്ത് ഗുണം ചെയ്തു, അതൊക്കെ ഇവിടെ തീരുമാനിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് NDA വളരെ ആത്മവിശ്വാസത്തോടു കൂടി നിലമ്പൂരിന്റെ ചരിത്രത്തെയും ചിത്രത്തെയും മാറ്റും എന്ന് ഞങ്ങൾ പറയുന്നത്. കാരണം ഞാൻ ആദ്യം പറഞ്ഞ വിഷയം തന്നെയാണ്, വികസനം എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്ക് നിലമ്പൂരിനെ കൊണ്ടുവരാൻ ഈ തെരഞ്ഞെടുപ്പ് വളരെയധികം സഹായകരമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വേണ്ടത് മറ്റ് ഏതെങ്കിലും ഒരു തരത്തിലുള്ള സെൻസേഷണൽ ആയിട്ടുള്ള ഇഷ്യൂസ് അല്ല. ഇവിടുത്തെ വിജയപരാജയങ്ങൾ ഇവിടുത്തെ LDF-ന്റെയോ അല്ലെങ്കിൽ UDF-ന്റെയോ ഭരണത്തെയോ അതിന്റെ തുടർച്ചയോ ഒന്നും ബാധിക്കാൻ പോകുന്ന കാര്യമല്ല. അപ്പോൾ പിന്നെ കേരളം എന്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും കേരളം വോട്ട് ചെയ്യേണ്ടത് മാറ്റത്തിന് വേണ്ടിയാണ്. ആ മാറ്റമാണ് NDA-യും BJP-യെയും ഇവിടെ പ്രസക്തമാക്കി തീർക്കുന്നത്. ആ മാറ്റം ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓക്കെ, അഡ്വക്കേറ്റ് ആസ്ക, ഇടതുമുന്നണിയുടെ സാധ്യത എങ്ങനെ വിലയിരുത്തുന്നു? നിങ്ങൾ ആദ്യം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയൊക്കെ ആയിരുന്നു തേടിക്കൊണ്ടിരുന്നത്. പിന്നീട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ തന്നെ നിർത്താൻ തീരുമാനിച്ചു. M സ്വരാജ് നിലമ്പൂരുകാരനാണ്. പക്ഷേ ആദ്യം ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ M സ്വരാജിനെ കുറിച്ച് ആലോചിക്കാമായിരുന്നു. അതുണ്ടായില്ല. ഏറ്റവും ഒടുവിലാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇവിടെ പിണറായി ഭരണം അത് വിലയിരുത്തില്ലേ? LDF-നെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഒരു ഈസി വാക്ക് ഓവർ ആണോ? ഏതൊരു തെരഞ്ഞെടുപ്പും ഒരു രാഷ്ട്രീയ സമരമായിട്ടാണ് CPM-ഉം ഇടതുപക്ഷവും കാണാറുള്ളത്. അപ്പൊ അത്തരത്തിലൊരു രാഷ്ട്രീയ സമരത്തിലാണ് ഇടതുപക്ഷം ഇപ്പോൾ നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുമ്പോൾ
നിശ്ചയമായും നമുക്ക് തുറന്നു സമ്മതിക്കേണ്ടി വരും. ആന്റി ഇൻക്യുബേഷൻ ഫാക്ടർ ഈ സംസ്ഥാനത്തുണ്ട് എന്ന അർത്ഥത്തിൽ വ്യാപക പ്രചരണം നടത്തുന്ന വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷത്തെയും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് അത്തരമൊരു സമീപനത്തിലൂടെയാണ്. പക്ഷെ ഇടതുപക്ഷ ഗവൺമെന്റ് കഴിഞ്ഞ 9 വർഷക്കാലം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ്, പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ചോദ്യം നിലമ്പൂരിലുണ്ട്. 2, തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക എന്ന് പറയുന്നത് എപ്പോഴും ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പോലെയും വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പിലെ എതിർ സ്ഥാനാർത്ഥികളുടെ ദിശ നോക്കി മാത്രം തന്നെയാണ് ഇടതുപക്ഷവും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക. എം സ്വരാജിന്റെ പേര് തുടക്കം മുതൽ കേട്ടിരുന്നുവെങ്കിലും പലതരത്തിലുള്ള തീരുമാനത്തിന്റെ ഒടുവിൽ പാർട്ടി ഏകകണ്ഠമായി എത്തിച്ചേരുന്നത് വരെ ആ തെരഞ്ഞെടുപ്പിൽ UDF വലിയ പ്രതീക്ഷ നൽകുന്ന മണ്ഡലമായിരുന്നു നിലമ്പൂർ. സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി അവിടെ ചിത്രം മാറി എന്നുള്ളതാണ് വസ്തുത. സ്വരാജിന് വിജയസാധ്യത 10 മടങ്ങ് വർദ്ധിക്കുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും നാം കേരള രാഷ്ട്രീയത്തിൽ കണ്ടിട്ടുള്ളത്. ശ്രീ PV അൻവറിന്റെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വം അടക്കം അത് ഗുണം ചെയ്യുക നിശ്ചയമായും ഇടതുപക്ഷത്തിലാണ്. മാത്രമല്ല, കാലാകാലങ്ങളായി മുസ്ലിം ലീഗും മുസ്ലിം ലീഗിനെ ഇഷ്ടപ്പെടുകയും മുസ്ലിം ലീഗിന്റെ അണികൾക്കും വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണ് നിലമ്പൂർ. ശ്രീ ആര്യടൻ മുഹമ്മദ് അടക്കം, ശ്രീ ആര്യടൻ ഷൗക്കത്ത് അടക്കം നിരന്തരം മുസ്ലിം ലീഗുമായി കലഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇന്ന് UDF കൺവെൻഷൻ, ഇപ്പോ ലീഗിൻ്റെതായിട്ടുള്ള ഒരു വ്യാഖ്യാനം അക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. UDF കൺവെൻഷനിൽ മലപ്പുറത്തെന്നല്ല മറ്റ് സമീപ ജില്ലകളിൽ നടന്നിട്ടുള്ള മുഴുവൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും പാണക്കാട് കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഒരാൾ പങ്കെടുക്കുന്ന പതിവുണ്ട്. ഈ കൺവെൻഷനിൽ പാണക്കാട് കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും പങ്കെടുത്തില്ല. അതിനിപ്പോ അവർ വിശദീകരണം വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട 2 പാണക്കാട് കുടുംബാംഗങ്ങൾ വിദേശത്തും ആയതുകൊണ്ടും മറ്റൊരാൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത അസൗകര്യം ഉള്ളതുകൊണ്ടുമാണ് പങ്കെടുക്കാൻ കഴിയാതിരുന്നത് വിശദീകരണം വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതല്ല വിഷയം. ആര്യടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നിശ്ചയമായും ലീഗ് അണികൾക്കിടയിലും ലീഗ് നേതാക്കന്മാർക്കിടയിലും കൃത്യമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ അവർക്ക് അത് തുറന്നു പറയുന്നതിന് അവരുടെ മുന്നണി സംവിധാനത്തിൽ നിന്നുകൊണ്ട് പറയുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ ശ്രീ PV അൻവറിനെ ഘടകകക്ഷി ആക്കാതിരുന്നതിന്റെ പേരിൽ ലീഗിന് വലിയ തോതിൽ അസംതൃപ്തിയുണ്ട്. ആ അസംതൃപ്തി ഒക്കെ തന്നെ ഇടതുപക്ഷത്തിന് ഗുണമാകും എന്ന സാഹചര്യമാണ് വന്നിട്ടുള്ളത്. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം പോലും ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യും എന്ന പ്രതീക്ഷയാണ് നിശ്ചയമായും നമുക്ക് കാണാൻ കഴിയുക. മാത്രമല്ല, സംസ്ഥാനത്ത് കഴിഞ്ഞ 9 കൊല്ലത്തെ വികസന നേട്ടങ്ങൾ നിശ്ചയമായും ചർച്ച ചെയ്യപ്പെടും. അങ്ങനെ ചർച്ച ചെയ്യപ്പെടണമെന്നേ നിലമ്പൂരിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. അല്ല, PV അൻവർ പറഞ്ഞത് അവിടെ വികസനം കൊണ്ടുവരുന്നതിന് തടസ്സം നിന്നത് CPM ജില്ലാ സെക്രട്ടറി ആണ് എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത്. അപ്പൊ അവിടെ വികസന മുരടിപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം CPM കൂടിയല്ലേ? അങ്ങനെയല്ല. CPM ഗവൺമെന്റിന്റെ കാര്യം, ഗവൺമെന്റിന്റെ ഒരു MLA നടത്തേണ്ട വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഗവൺമെന്റ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് CPM ജില്ലാ സെക്രട്ടറി എതിര് നിന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് എത്രത്തോളം സാധ്യമാകുന്ന കാര്യമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് വിലയിരുത്തി. ഇപ്പൊ ഉദാഹരണത്തിന് BJP തൃശ്ശൂരിൽ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ BJPയുടെ ജില്ലാ അധ്യക്ഷൻ എതിർത്താൽ ശ്രീ സുരേഷ് ഗോപിക്ക് ഒരു പ്രോജക്റ്റ് തൃശ്ശൂരിൽ കൊണ്ടുവരാൻ സാധിക്കില്ലേ? സാധിക്കും, നിശ്ചയമായി സാധിക്കണം. അതിനാണല്ലോ ജനപ്രതിനിധികളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരു തരത്തിലും അത്തരത്തിൽ മാത്രമേ കാണൂ. ശ്രീ ജയസൂര്യന്റെ ആത്മവിശ്വാസം നല്ലതാണ്. കാരണം നിലമ്പൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ 10,000-ന് മുകളിൽ നാളിതുവരെ BJPക്ക് BJDS മത്സരിക്കുമ്പോഴോ കടന്നെത്താൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ 2 ഘട്ടങ്ങളായി നടത്താം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് 17,000 വോട്ട് ആദ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ലഭിച്ചു. രണ്ടാമത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അത് 13,000-ലേക്ക് കുറഞ്ഞിട്ടുണ്ട് നിലമ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ച്. അപ്പോ നിലമ്പൂർ സ്വാഭാവികമായും നിശ്ചയമായും BJPക്ക് ഒരു കള്ളമുള്ള സ്ഥലമായിരുന്നില്ല. BJP ഒരു കാരണവശാലും മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നതാണ്. അപ്പോ CPM-ഉം BJP-യുമായി ഏതോ അവിശുദ്ധ ബന്ധമുണ്ട് എന്ന അർത്ഥത്തിൽ വോട്ട് മറിക്കാൻ പോകുന്നു എന്ന അർത്ഥത്തിലുള്ള ആ ഒരു അപഖ്യാതി ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കൃത്യമായി കടന്നു. പക്ഷെ ഇതിലൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. ഈ സ്വാഭാവികമായും മാർത്തോമാ സമുദായാംഗം കൂടിയായിട്ടുള്ള ഒരാളെ മത്സരിപ്പിക്കുക വഴി BJP ലക്ഷ്യമിടുന്നത് മധ്യ തിരുവിതാംകൂറിനെയാണ്
എന്നുള്ളതാണ് ആ സന്ദേശമായിട്ട് വേണം കണ്ടത്. ജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരു അല്ല, അതിൽ തെറ്റ് പറയാൻ പറ്റുമോ? അല്ല, ജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഒരു രാഷ്ട്രീയ സീറ്റിൽ പാർട്ടി ആവുമ്പോ എല്ലാ അല്ല, സാധ്യതകളും ആരായും. നിശ്ചയമായും അതൊരു സാധ്യത തന്നെയാണ്. അതിന് അങ്ങനെ തെറ്റു പറയാൻ കഴിയില്ല. കാരണം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ക്രിസ്ത്യൻ സമുദായത്തെ തീണ്ടാപ്പാടകലെ നിർത്തിയിരുന്ന ബി.ജെ.പിക്ക് കേരളത്തിൽ ക്രിസ്ത്യൻ സമുദായങ്ങളെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയ വിജയം തന്നെയാണ്. അതിനെ ഒന്നും അത്തരത്തിൽ വില കുറച്ച് കാണാൻ ഞാൻ തയ്യാറുമില്ല. അതൊരു നിശ്ചയമായും ഒരു മൂവ്മെന്റ് ആണ്. ആ മൂവ്മെന്റ് ഒരിക്കലും നിലമ്പൂരിന് വേണ്ടിയല്ല. ആ മൂവ്മെന്റ് എന്ന് പറയുന്നത് മധ്യ തിരുവിതാംകൂറിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. അത് തിരിച്ചറിയാനുള്ള വിവരവും അത്തരത്തിലുള്ള കാഴ്ചപ്പാടും ക്രിസ്ത്യൻ സമുദായങ്ങൾക്കുണ്ട്. കാരണം ഉത്തരേന്ത്യയിലൊക്കെ ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് നേരെ നടക്കുന്ന മതപരിവർത്തനത്തിന്റെ പേരിൽ ആരോപണം ഉന്നയിച്ച് നടക്കുന്ന അതിക്രമങ്ങളും പള്ളികളിലും ആരാധനാലയങ്ങളും മതസ്ഥാപനങ്ങളും നശിപ്പിക്കുന്നതും ഒക്കെ തന്നെ കൃത്യമായി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ മറ്റു മാധ്യമങ്ങൾ കേരളത്തിലേക്ക് പഴകിയ ആരോപണങ്ങളല്ലേ അഡ്വക്കേറ്റ് അസ്ക? കേരളത്തിൽ നടക്കാത്തതായിട്ട് എന്താ ഉള്ളത് അസ്ക? കേരളത്തിൽ ഉത്തരേന്ത്യയിൽ ഇതൊക്കെ നടക്കുന്നു പറയുന്നു, കേരളത്തിൽ നടക്കാത്തതായിട്ട് എന്താ? മതത്തിന്റെ പേരിൽ കേരളത്തിൽ മതത്തിന്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തുന്നതായി അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാനാവൂ? വെറുതെ അങ്ങേക്ക് അത് പറയാനാവും, പക്ഷെ ഇതുപോലെ അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാനാവില്ല. ഈ കേരളത്തിൽ ഇത്രയധികം മതസൗഹാർദ്ദത്തോടു കൂടി മനുഷ്യൻ ജീവിക്കുന്നത് മറ്റൊരു സംസ്ഥാനം ഇന്ത്യയിലുണ്ട് കേരളം പോലെ? എല്ലാ മനുഷ്യരും തുല്യരായി കാണുന്ന തരത്തിൽ കേരളത്തെ മാറ്റിമറിക്കുന്നതിന് ഇടതുപക്ഷത്തിന് വലിയ പങ്കുണ്ടെന്നേ. അല്ല, മതസൗഹാർദ്ദമുണ്ട്, പക്ഷെ അതിന്റെ അട്ടിപ്പേറ് അവകാശം ഇടതുപക്ഷത്തിനാണോ? അല്ല, അതിൽ ഇടതുപക്ഷത്തിന് വലിയ ഭരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ എല്ലാവരും സമാധാനത്തോടെ ജീവിക്കുന്നത്. അങ്ങനെ ഒരു നറേറ്റീവ്, അതിനെന്തടിസ്ഥാനമുള്ളത്? അല്ല, അങ്ങേക്ക് പോലും ഒരു ഇടതുപക്ഷ മനസ്സുണ്ട്. ആ ഇടതുപക്ഷ മനസ്സാണ് നിശ്ചയമായും കേരളത്തിന്റെ ഏതായിട്ടുള്ള ഇത്തരം മതസൗഹാർദ്ദത്തിന്റെയും മതത്തിന്റെ പേരിൽ പരസ്പരം പഴിചാരലുകൾ ഇല്ലാത്തതുമായിട്ടുള്ള ഒരു സംസ്ഥാനമായി മാറുന്നത്. അതിൽ CPM-നും ഇടതുപക്ഷത്തിനും കൃത്യമായ ഒരു പങ്കുണ്ട്. ആ പങ്കൊന്നും നിഷേധിക്കാനൊന്നാവില്ല. അപ്പോ അങ്ങനെ അല്ല, ഞാൻ ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാണിച്ചോട്ടെ. നേരത്തെ താങ്കൾ പറഞ്ഞു പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും പങ്കെടുത്തില്ല ഇന്ന് UDF-ന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ. എന്തൊക്കെയോ അസ്വാരസ്യങ്ങളുണ്ട് എന്നാണ് താങ്കൾ ഉദ്ദേശിച്ചത്. പക്ഷെ നോക്കൂ, പാണക്കാട് തങ്ങളെ പരസ്യമായി വിമർശിച്ച പിണറായി വിജയൻ അക്കാര്യം ഇന്ന് KC വേണുഗോപാൽ കൺവെൻഷനിൽ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ പാണക്കാട് തങ്ങളൊരു മത നേതാവ് എന്ന നിലയിലല്ല ഇടതുപക്ഷം കാണുന്നത്. തങ്ങൾ കുടുംബത്തെ കാണുന്നതും തങ്ങളുടെ രാഷ്ട്രീയത്തെ വിമർശിക്കുകയും ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിൽ വലിയ തോതിൽ ആക്രമണമായിട്ട് കാണാൻ കഴിയുമോ? അദ്ദേഹം ഒരു ആത്മീയ നേതാവ് എന്ന അർത്ഥത്തിലല്ല ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലാണ് ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. സോ പിണറായി പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ ഏതു വിശുദ്ധത അവകാശപ്പെടുന്ന ഏതു വ്യക്തികളെയും ആക്രമിച്ചിട്ടുണ്ട്. അത് BJP-യുടെ നേതാക്കന്മാരെയും അതുപോലെ തന്നെ ഹൈന്ദവ സന്യാസിമാരെയും അതുപോലെ ക്രിസ്ത്യൻ മതവിശ്വാസി പൗരോഹിത്യത്തിനെയും ഒക്കെ തന്നെ വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശനത്തിന്റെ കൂടെ തന്നെയാണ് ഇതും വന്നിട്ടുള്ളത്. അല്ലാതെ പുതിയൊരു സംഭവ വികാസമായി ഇതിനെ കാണേണ്ട കാര്യമില്ല. അതിപ്പോ ഇന്ന് KC വേണുഗോപാൽ പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. പക്ഷേ മുസ്ലിം ലീഗ് അണികൾക്ക് നേരെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ ശ്രീ ആര്യടൻ ഷൗക്കത്തും അതുപോലെ തന്നെ ശ്രീ ആര്യടൻ മുഹമ്മദും ആക്രമിച്ചതുപോലെ ഏതെങ്കിലും ഘട്ടത്തിൽ ഇടതുപക്ഷം പോലും ആക്രമിച്ചിട്ടില്ല നിലമ്പൂർ എന്നുള്ളതാണ് വസ്തുത. നിലമ്പൂരിന്റെ ഒരു നിലമ്പൂരിൽ ആര് തമ്മിലാണ് മുഖാമുഖം ഏറ്റുമുട്ടുന്നത്? ഇടതുപക്ഷവും LDF-ഉം UDF-ഉം തന്നെയാണ്. അല്ല, അതിലേറ്റവും നിങ്ങളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഭരണത്തിന്റെ മികവ് തന്നെയാണോ? ഒന്നാമത് ഭരണ മികവ് തന്നെയാണ്. ഭരണത്തിന്റെ നേട്ടങ്ങൾ തന്നെയാണ് എണ്ണി പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിൽ 4 വർഷം പൂർത്തിയാക്കിയ രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രോഗ്രസ് ചർച്ച ചെയ്യുന്നത്. അല്ല, അപ്പൊ ഈ ആശമാരുടെ കണ്ണീരൊക്കെ, അല്ല, ആശമാരുടെ സമരമൊക്കെ ഇപ്പൊ കണ്ണീരൊക്കെ ഇപ്പൊ എത്ര പേരായി ഇപ്പൊ കണ്ണീരിലുള്ളത്? അതൊക്കെ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ആശമാരുടെ കണ്ണീരൊക്കെ എത്ര കാലമായിട്ട് ഇത് പറയുന്നേ. അതിലിപ്പോ എത്ര ആളുകളൊക്കെ സമരത്തിനുണ്ട്. ഇതൊക്കെ പരിശോധിച്ചാൽ അറിയാലോ ഇത് ആരാണ് ഇതിന്റെ പിന്നിൽ.
ആരായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്, ഈ സമരത്തിന്റെ സ്പോൺസർഷിപ്പ് ആർക്കായിരുന്നു എന്നുള്ളതൊക്കെ അറിയാലോ. ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ നോക്കിയിട്ട് സഹയാത്രികൻ എന്ന നിലയിൽ അസ്കർ ഇങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. ഇത്രയും ലാഘവത്തോടെ അവരുടെ വേദനകൾ, അവരുടെ വിഷമങ്ങൾ കാണുന്നത് ശരിയാണോ? അങ്ങനെയായിരുന്നു അല്ല, അങ്ങേക്ക് സ്വാധീനമുള്ള കേന്ദ്ര സർക്കാരാണ് അക്കാര്യത്തിൽ തീരുമാനിക്കേണ്ടത്. അവരെ തൊഴിലാളിയായിട്ട് പ്രഖ്യാപിച്ചാൽ മതി. അവരെ തൊഴിലാളിയായിട്ട് പ്രഖ്യാപിക്കുന്നതോടുകൂടി നിശ്ചയമായും അവിടെ അവർക്ക് ലഭിക്കേണ്ട അർഹമായിട്ടുള്ള തൊഴിൽ നിയമങ്ങളിൽ പറയുന്ന എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുമായിരുന്നല്ലോ. അല്ല, ധനകാര്യമന്ത്രി പോലും സാമ്പത്തിക പരാധീനത ഇതിൽ ഒരു വിഷയമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, സാമ്പത്തിക കെ എൻ ബാലഗോപാൽ അല്ല, സാമ്പത്തിക പരാധീനത മാത്രമല്ല, സംസ്ഥാനത്തിന് ലഭിക്കേണ്ട അർഹമായിട്ടുള്ള വിഹിതം ഇക്കാര്യത്തിൽ കേന്ദ്ര പ്രോജക്റ്റ് ആണല്ലോ. ഇത് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് അല്ല. അതിലെല്ലാം ക്ലാരിഫിക്കേഷൻ വന്നാണ് അഡ്വക്കേറ്റ് അസ്കർ. ഞാൻ താങ്കളിലേക്ക് വരാം. എന്തായാലും ശ്രീ ഫാറൂഖ് 8:30 വരെയേ ഉള്ളൂ ഈ ചർച്ചയിൽ. ഫാറൂഖ്, അസ്കർ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷയെക്കുറിച്ച് വാചാലമായി സംസാരിച്ചു. മാത്രമല്ല, ഈ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ അത് നിലമ്പൂരിലെ ജനത ചർച്ച ചെയ്യും, ആ പ്രോഗ്രസ് റിപ്പോർട്ട് കണ്ട് കോരിത്തരിച്ച് അവർ വോട്ട് ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. ഞാൻ ആദ്യമായി പറയാനുള്ളത് ഇവിടുത്തെ മതസൗഹാർദ്ദം, ആ മതസൗഹാർദ്ദം നിലനിൽക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഇടതുപക്ഷം എന്ന് പറയുന്നത് ഒരു കോമഡിയാണ്. 2, പ്രിയപ്പെട്ട ശ്രീ അസ്കർ, പ്രിയങ്ക ഗാന്ധി ഇവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചപ്പോൾ ഈ നാട്ടിലുള്ള മുഴുവൻ തീവ്രവാദികളായ മുസ്ലിങ്ങൾ വോട്ട് ചെയ്തു ജയിപ്പിച്ചതാണ് എന്ന് പറഞ്ഞത് CPM-കാരനായ ശ്രീ A. വിജയരാഘവനാണ്. ദ ഹിന്ദുവിന് ഒരു അഭിമുഖം കൊടുത്തു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. എന്താ അഭിമുഖം? മലപ്പുറം ജില്ല ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും കൂടുതൽ ക്രൈം ഇവിടെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ്, അതുപോലും ഈ നാട്ടിലുള്ളൊരു സൗഹാർദ്ദ അന്തരീക്ഷം അത് ഉന്നം വെക്കുന്നത് മുഖ്യമന്ത്രി എവിടേക്കാണ്? ഒരു സംഘപരിവാറിൻ്റെ ഒരു തുറിച്ചുനോട്ടം അതിലുണ്ടായിട്ടില്ലേ? മിസ്റ്റർ അസ്കർ, നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി ഏത് സമയത്തും ഏത് കളറും തിരഞ്ഞെടുക്കുന്നവരാണ്. അത് എത്രയോ കാലമായിട്ട് നമുക്കറിയുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും കോമഡികൾ പറയരുത്. ഇത് ഇവിടെ വെച്ച് ഇന്ന് ശ്രീ KC വേണുഗോപാൽ പോലും ഈ മുഖ്യമന്ത്രി ദി ഹിന്ദുവിലെ കൊടുത്ത അഭിമുഖവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞു പ്രോഗ്രസ് റിപ്പോർട്ട്. പ്രോഗ്രസ് റിപ്പോർട്ടിനകത്ത് ആദ്യത്തെ ഇവരുടെ വികസനം എന്ന് എഴുതിയത് എന്താണെന്നറിയോ? വിഴിഞ്ഞം പോർട്ടാണ്. വിഴിഞ്ഞം പോർട്ടിനകത്ത് ശ്രീ പിണറായി വിജയൻ്റെ സംഭാവന എന്താണ്? ബഹുമാനായ ശ്രീ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തിയല്ലേ? അന്നതിനെ 4000 കോടിയുടെ പ്രൊജക്റ്റിന് 6000 കോടിയുടെ അഴിമതി ഉണ്ട് എന്ന് പറഞ്ഞ് കടൽ കൊള്ളയാണെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനെതിരെ നിങ്ങൾ എന്തെല്ലാം സമരം നടത്തി ഇവിടുത്തെ CPIM? ആരാണ് DPR തയ്യാറാക്കിയത്? ആരാണ് പാരിസ്ഥിതിക അനുമതി നേടിയത്? ആരാണ് കേന്ദ്ര അനുമതി നേടിയത്? ആരാണ് ടെൻഡർ വെച്ചത്? ആ ടെൻഡർ വെച്ച കമ്പനിക്ക് ആരാണ് കൊടുത്തത്? അവിടെ തറക്കല്ലിട്ടത് ആരാണ്? 1000 ദിവസം കൊണ്ട് വിഴിഞ്ഞം ഈ പോർട്ട് യാഥാർത്ഥ്യമാക്കണം എന്ന് പറഞ്ഞ് കൗണ്ടൺ ആരംഭിച്ചത് ആരാണ്? അതിനുവേണ്ടി ഫണ്ട് അനുവദിച്ചത് ആരാണ്? അതിൻ്റെ എല്ലാ പ്രവർത്തനം നടത്തിയ ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു പേര് പോലും പരാമർശിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി കഴിഞ്ഞില്ല. നിങ്ങൾക്കതിനകത്തൊരു സംഭാവനയുമില്ല. അതാണ് നിങ്ങളുടെ ഒന്നാമത്തെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഞാൻ കണ്ടത്. അത് ഞങ്ങളുടെ സംഭാവനയാണ്. നിങ്ങൾ എട്ടുകാലി മമ്മൂഞ്ഞാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. മറ്റുള്ളവൻ്റെ പിതൃത്വം ഏറ്റെടുക്കുന്നതല്ലാതെ നിങ്ങളുടെ ഒരു വലിയ പ്രൊജക്റ്റ് CPM-നോട് പറയാൻ കഴിയില്ല. പിന്നീട് പറഞ്ഞു നാഷണൽ ഹൈവേ NH66, നാഷണൽ ഹൈവേ. ആ NH66-നകത്ത് കൂരിയാടൊന്ന് വരണം മിസ്റ്റർ അസ്കർ. നിങ്ങൾ പറയുന്നു നിങ്ങളുടെ ആളാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ പറയുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ മുതൽ ഷാ വരെ ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണെന്ന്. എന്നാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മരുമകൻ മിസ്റ്റർ റിയാസ്, ആ റിയാസ് ഇപ്പോൾ ഒരു നമ്മൾ ട്രോള് കണ്ടിട്ടുണ്ടോ? ചില കുട്ടികൾ കയറി ഗുണാഖേവ് പോലെ ഇവിടുത്തെ റോഡിനകത്ത് ഹൈവേക്കകത്ത് കുഴിയാണ്, എന്നിട്ട് സുഭാഷേ അല്ല അതിനകത്ത് വീണിരിക്കുന്നത്, റിയാസേ നീ കുഴിയിൽ നിന്ന് എണീക്കൂ എന്ന് പറയുകയാണ്. എന്തായിരുന്നു റീൽസ് ഇടൽ? രാവിലെ വരും, ഒരു ടീഷർട്ട് ഇടും, ഒരു ട്രൗസർ ഇടും, എന്നിട്ട് ഇങ്ങനെ ഹൈവേയിൽ നടക്കും. എന്നിട്ട് അദ്ദേഹം പറയാം ആഴ്ചയിൽ ഞങ്ങൾ റിവ്യൂ നടത്തിയിട്ട് പറയാം ഞാൻ ഇടയ്ക്ക് തൊട്ടു നോക്കും, ഞാനിങ്ങനെ റോഡ് തൊട്ടു നോക്കും, അടിപൊളിയാണ്. ഇടയ്ക്ക് ഉമ്മ വെച്ച് നോക്കും. ഇടയ്ക്ക് ഞാൻ ഇപ്പോൾ ആ കൂരിയാട് നിങ്ങൾ കണ്ടില്ലേ, ആ വോളുണ്ടല്ലോ, അതിനകത്ത് ഞാൻ ചാരി നോക്കും, ഓക്കെയാണ്. ഇതായിരുന്നു നിങ്ങൾ പറഞ്ഞത്. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് പോയി നോക്കണം മിസ്റ്റർ അസ്കർ.
നിങ്ങൾക്ക് എന്ത് പറയാണ്ട് ഒരു വലിയ പ്രൊജക്ട് നിങ്ങൾക്കറിയാം. ഇവിടെ കൊച്ചി മെട്രോ, അതിനകത്ത് എല്ലാ പദ്ധതിയും അതിൻ്റെ എല്ലാ പ്രവർത്തനവും നടത്തിയത് ഉമ്മൻചാണ്ടി. അവസാനം അതിൻ്റെ അകത്തൊരു തൂണിനകത്ത് മുകളിലും താഴ്ത്തും ഒരു പച്ചയും നീലും പെയിന്റ് അടിച്ചിട്ട് അത് ഉദ്ഘാടനം ചെയ്തത് നിങ്ങളാണ്. ഇവിടെ ഏതെങ്കിലും ഒന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയോ? ആശാവർക്കർമാരുടെ കാര്യം പറയുമ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട കർഷകന്റെ ഒരൊറ്റ കാര്യം പറയട്ടെ, ക്രെഡിറ്റ് ഒന്നുമില്ലേ, നിങ്ങൾ പരസ്പരം കേന്ദ്ര സർക്കാരിന്റെ കാര്യം കേന്ദ്ര സർക്കാരിന്റെ കാര്യം ഞാൻ പറയാം. അത് വേറെ ഉണ്ട്, അത് വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞു വന്നത് കേന്ദ്ര സർക്കാരിന്റെ നിങ്ങൾ ആ ക്രെഡിറ്റ് എടുക്കുകയാണെങ്കിൽ കൂരിയാടിന്റെ ക്രെഡിറ്റും കൂടി എടുക്കണം. ആ കൂരിയാട് വിഷയത്തിനകത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു പരാതി പോലും ഇല്ല, നടപടിയെടുത്തല്ലോ, ഒരു പരാതി പോലും ഇല്ലാതെ പറയുന്നത്. നിങ്ങൾ തമ്മിലുള്ള കരാറുകാർക്കെതിരെ നടപടിയെടുത്തു. ആ വീഴ്ച എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. കരാറുകാരന്റെ ഓക്കെ ഞാൻ പറയാം. അപ്പോൾ ഏതായാലും ആ വിഷയങ്ങളാണ്. പിന്നെ ഇവിടെ ഞാൻ ഒരു കർഷകൻ, ശഷ്കർ അത് പരാമർശിച്ചിട്ടില്ല. കർഷകൻ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. ഞാൻ നെല്ലറയുടെ നാട്ടുകാരനാണ്, പാലക്കാട്ടുകാരനാണ്. പാലക്കാട്ടെ കർഷകൻ കയറ് മേടിച്ചിരിക്കുക. എന്തിനാണെന്നറിയോ? ചാക്ക് കെട്ടാനല്ല, കഴുത്തിൽ കുരുക്കാൻ. നെല്ല് സംഭരിക്കുന്നില്ല, സംഭരിച്ച നെല്ലിൻ്റെ പണം കൊടുക്കുന്നില്ല. ഇത് ഇവിടെ കേരളത്തിൽ നടക്കുന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ പറയണം, ലഹരി മാഫിയ ഇത്രത്തോളം ഈ കേരളം ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുക. ലഹരി മാഫിയ ഇത്രത്തോളമുള്ള ഒരു കാലമുണ്ടായോ? സ്വന്തം മാതാവിനെയും പിതാവിനെയും കൊല്ലുന്നൊരു കാലം. എന്ത് നടപടി ഉണ്ടായി? എന്താണ് ഈ മുഖ്യമന്ത്രി നടത്തുന്നത്? മുഖ്യമന്ത്രി കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ കേരളത്തിൽ സ്വന്തം മകൾക്ക് വേണ്ടിയും സ്വന്തം മരുമകന് വേണ്ടിയും മാത്രമാണ് ഭരിക്കുന്നത്. എന്താണ് മുഖ്യമന്ത്രി ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ, എനിക്ക് കേന്ദ്ര ഭരണത്തിൽ കേന്ദ്ര ഗവൺമെന്റ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, 1500 കോടിയുടെ ഏറ്റവും വലിയൊരു BJP ഓഫീസ് ഡൽഹിയിൽ പണിതു. കേരളത്തിൽ എന്ത് അവർ നാട്ടിലുണ്ടാക്കി എന്ന് ചോദിച്ചാൽ, അമ്പരച്ചുംബികൾക്ക് ഉയർന്നു നിൽക്കുന്ന തിരുവനന്തപുരത്ത് 9 നിലയിൽ കെട്ടിരിക്കുന്ന AKG സെന്റർ ഒരു 500 കോടിക്കും അവരുണ്ടാക്കി. ഇതിനപ്പുറത്തേക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് എന്തുണ്ടാക്കി? കേരളത്തിലെ ജനങ്ങൾ എന്താണ് നിങ്ങൾ സഹായിച്ചത് എന്നുള്ളത് പറയണം. ഏതെങ്കിലും ഒരു മേഖല പറയാൻ പറ്റൂ? ഏതെങ്കിലും ഒരു മേഖല പറയട്ടെ. ഇവർ പറയുന്നു പാലക്കാട് കാറിൽ ആ റോഡിലൂടെ ഇങ്ങ് തിരുവനന്തപുരത്തേക്ക് വരൂ. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്ക് ലഭിച്ച ബൈപ്പാസുകൾ, ഇപ്പോൾ ആലപ്പുഴ വഴി വരുമ്പോൾ നല്ല ദൃശ്യങ്ങളാണ്, മനോഹരമായ ദൃശ്യങ്ങളാണ്. നമ്മുടെ പിണറായി പറഞ്ഞ പോലുള്ള അതല്ല, ആ ഒരു ക്രെഡിറ്റൊന്നും അവകാശപ്പെടുന്നില്ല. പക്ഷേ എങ്കിലും അമേരിക്കയിൽ പോയ ആ ഒരു അനുഭവമൊന്നും പങ്കുവെക്കുന്നില്ല. പക്ഷേ എങ്കിലും നോക്കൂ, ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞ് കൊല്ലം ബൈപ്പാസ്, ഇതൊക്കെ നിങ്ങളുടെയൊക്കെ മന്ത്രിമാർ കേന്ദ്രത്തിലുണ്ടായിരുന്നില്ലേ? കേരളത്തിൽ നിന്ന് എത്ര മന്ത്രിമാരുണ്ടായിരുന്നു? അവർക്കൊന്നും ആരചിക്കാൻ പറ്റാത്ത വിജയഗാഥയല്ലേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം ഉണ്ടാക്കിയത്? അതിനെയൊക്കെ ഇങ്ങനെ ലാഘവത്തോടെ കാണാൻ പറ്റും? നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞോ, പക്ഷേ നല്ലതായി തന്നെ അംഗീകരിക്കണ്ടേ ഫാറൂഖെ? ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഈ നാട്ടിലെ വികസനവുമായി ബന്ധപ്പെട്ട് ശ്രീ അഷ്കർ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടിയാണ്. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ട്. റോഡുകൾ ഒരു ഭാഗത്ത് നിങ്ങൾ പറയുമ്പോൾ മനുഷ്യൻ ഭയപ്പാടോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുക നാട്ടിൽ. ഇവിടെ പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായമൊക്കെ നാളുകളിൽ എന്തുണ്ടാകും എന്ന ഭയമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും തകർന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന അതിനും ഭയാനകരമായ ഒരു സാഹചര്യമില്ല. ഇവിടെ അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ 19 സീറ്റിലും BJPക്ക് ഒരു തരത്തിലും അവരെ അരക്ഷിതാവസ്ഥയിൽ നിർത്തുക വഴിയല്ലേ നിങ്ങൾ? അല്ല, ഒരു സമുദായത്തെ മൊത്തം അരക്ഷിതാവസ്ഥയിൽ നിർത്തുക വഴിയല്ലേ നിങ്ങൾ നേട്ടം കൊയ്യുന്നത് അല്ലേ? പ്രത്യേകിച്ച് കേരളത്തിൽ ഇടതുമുന്നണിയും വലതുമുന്നണിയും, അതായത് അല്ല BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മതന്യൂനപക്ഷങ്ങളുടെ കാര്യം പോക്കാണ് എന്ന തെറ്റായ പ്രചരണത്തിലൂടെയല്ലേ നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത്? ഈ രണ്ട് മുന്നണികളുടെയും അതിജീവനത്തിന്റെ പ്രശ്നമായിട്ടല്ല അതിനെ കാണുന്നത് എന്ന് പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ബോധോദയം ഉണ്ടാവുന്നോ അന്ന് നിങ്ങളുടെ കാര്യം പോക്കാണ്. ആ മാറ്റം ദൃശ്യമാണ്, അത് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട്
ഫാറൂഖ്, ഞാൻ ഒരു ഇവിടുത്തെ ഇടവേളയിലേക്ക് പോവേണ്ടത് ഇവിടുത്തെ കൊണ്ട് മാത്രമല്ല, മനുഷ്യർക്ക് 8:30 മണി വരെ താങ്കൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്നുള്ളതാണ് യെസ്, കേരളത്തിലെ BJP-യുടെ അവസ്ഥ, പ്രത്യേകിച്ച് നിലമ്പൂരിന്റെ അവസ്ഥ. BJP ഒക്കെ ഇവിടെ ഒന്നുമില്ല. കാരണം എന്താ, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, നേരത്തെ പറഞ്ഞ മുസ്ലിം സമുദായം, മണിപ്പൂർ സംഭവം, ക്രൈസ്തവ ദേവാലയങ്ങൾ തകർത്തത്, എന്തൊക്കെ ഉണ്ടായി ഈ നാട്ടിൽ. അടിസ്ഥാനത്തിലാക്കി മാറ്റിയില്ലേ ഫാറൂഖ്? ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പരാതിയില്ല, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മാത്രമേ പരാതിയുള്ളൂ. വഖഫ് നിയമം ഇല്ല, വഖഫ് നിയമം ആ നിയമ ഭേദഗതി അവതരിപ്പിച്ചപ്പോൾ പാർലമെന്റ് മന്ദിരത്തിന് പുറത്ത് നരേന്ദ്രമോദിക്ക് ജയ് വിളിച്ചത് മുസ്ലിം വനിതകളാണ് സാർ. മുത്തലാഖ് നിരോധിച്ചപ്പോ ആരാ നരേന്ദ്രമോദിക്ക് ജയ് വിളിച്ചത്? മുസ്ലിം വനിതകളല്ലേ? വഖഫ് നിയമ ഭേദഗതി മാത്രം എന്തേ കൊണ്ടുവന്നത്? എന്തേ വഖഫ് നിയമ ഭേദഗതി? എന്താണ് അതിനകത്ത് നിങ്ങൾ പറയുന്നത്? ആ വിഷയവുമായി എല്ലാം കാത്തിരുന്ന് കാണാം ഫാറൂഖ്. മനസ്സിലായല്ലോ വിഷയം? നമുക്ക് കാണാം, ഇനിയും കാണാം. ഉപതെരഞ്ഞെടുപ്പ് ഗാന്ധിയുടെ, നെഹ്റുവിന്റെ, സർദാറിന്റെ, അതുപോലെ തന്നെ അംബേദ്കറിന്റെ, ഔസാദിന്റെ നാട്ടിൽ നിങ്ങൾ ഇനി എന്ത് കൊണ്ടുവന്നാലും ഭയമില്ലാതെ പോകും. കോൺഗ്രസ് ജനങ്ങളെ കൂടെ ഉണ്ടാവും. ശ്രീ വിനയേന്ദ്രൻ, ഈ പിണറായിസത്തെയും അതുപോലെ സതീശനസത്തെയും ഒരുമിച്ച് എതിർക്കുക എന്ന് പറയുന്നത് ദുഷ്കരമായിട്ടുള്ള ഒരു ദൗത്യം അല്ലേ? മാത്രമല്ല, അൻവർ ഉയർത്തിയ ആ രാഷ്ട്രീയത്തെ നിലമ്പൂരിലെ ജനത പൂർണ്ണമായും സ്വാഗതം ചെയ്യും, ഉൾക്കൊള്ളും എന്ന് തന്നെ കരുതുന്നുണ്ടോ? അൻവർ ഇടതുമുന്നണി വിട്ടിറങ്ങിയ സമയത്ത് ശക്തനായിരുന്നു, പക്ഷേ ആ ഒരു ശക്തി ഇപ്പോൾ കാണുന്നില്ല. അൻവർ തന്നെ ആയുധങ്ങളെല്ലാം വെച്ച് കീഴടങ്ങിയാണ് എന്നൊരു പ്രതീതി ജനിപ്പിച്ചിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് ഞാൻ മത്സരിക്കുന്നില്ല, കാരണം മത്സരിക്കാനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല എന്ന് തുറന്നു പറഞ്ഞ അൻവർ ഇപ്പോഴിതാ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. ഇതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത്? നിലമ്പൂരിലെ വോട്ടർമാർ എന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടെ ഒന്ന്, വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ശ്രീ PV അൻവർ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന് പറയുന്നത് ശുദ്ധ പോഷ്കാണ്. കാരണം അദ്ദേഹം ഇപ്പോഴും പറയുന്നു വിയർപ്പിൻ്റെ മണം അത് ഇടതുപക്ഷത്തിന് ഇഷ്ടമല്ലാതായിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് അങ്ങ് സൂചിപ്പിച്ചതുപോലെയുള്ള തൊഴിലാളി വർഗ സ്നേഹം ഇവർക്ക് എത്രത്തോളമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഉദാഹരണം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവിടെയുള്ള ചെറുപ്പക്കാരുടെ മേൽ അല്ലെങ്കിൽ ഹെൽമറ്റ് വേട്ട പോലെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, ചെറുപ്പക്കാരുടെ ജോലിയില്ലാത്ത ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും അങ്ങ് പറയും പോലെ ആയുധം വെച്ച് ഒരിക്കലും കീഴടങ്ങുകയല്ല ചെയ്തത്. ഒരു പക്ഷേ UDF-നോടൊപ്പം നിന്ന് ഈ ഭരണവിരുദ്ധത മുതലാക്കാം എന്ന്, അല്ലെങ്കിൽ അപ്രകാരം നിന്നുകൊണ്ട് UDF-നോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു വിജയം കൊയ്യാമെന്ന് അദ്ദേഹം അവസാന നിമിഷം വരെയും ആഗ്രഹിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ധാരണ തെറ്റാണോ എന്നെനിക്കറിയില്ല. പക്ഷെ അങ്ങനെ അദ്ദേഹം ശ്രമിച്ചു എന്ന് വേണം പറയാൻ. കാര്യം ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു കാണുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിലമ്പൂരിൻ്റെ പൾസ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൂടെ സഞ്ചരിച്ചു, ആ തിരഞ്ഞെടുപ്പുകളിൽ സഞ്ചരിച്ച ഒരാളാണ് ഞാൻ. അതിലൂടെ ആ നിലമ്പൂരിൻ്റെ പൾസ് ഇപ്പോഴും അദ്ദേഹത്തിനോടൊപ്പം തന്നെയാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് ഈ രണ്ട് മുന്നണികളും ആ ശ്രീ PV അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ പക്ഷമായി എതിർക്കുന്നില്ല എന്ന് വലിയൊരു ചോദ്യമുണ്ട്. പിന്നെ ശ്രീ ഇടതിൻ്റെ സഹയാത്രികൻ അഭിഭാഷകനായ അദ്ദേഹം പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി അതിനു മുമ്പ് പറഞ്ഞു ക്ലീൻ ഇമേജ് ഉള്ള ഒരാളാണെന്ന്. അങ്ങേക്കറിയാമല്ലോ, മതസൗഹാർദ്ദത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുമ്പോൾ ശബരിമല ഇഷ്യൂ ഉണ്ടായപ്പോൾ അദ്ദേഹം എന്താണ് അഭിപ്രായപ്പെട്ടത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മതസൗഹാർദ്ദ എവിടെ പോയിരുന്നു? മതേതര നിലപാട് എവിടെയായിരുന്നു? പാലസ്തീൻ പ്രശ്നം അദ്ദേഹം എങ്ങനെയാണ് കണ്ടത്? ഇപ്പോൾ
ഇടത് സഹയാത്രികൻ പരിതപിക്കുന്നുണ്ടല്ലോ, ഉത്തരേന്ത്യയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്ന്. ഇവിടെ എന്താണ് സംഭവിച്ചത്? അത് ആരുടെ നിലപാടാണ്? ആരോടൊപ്പമാണ് അദ്ദേഹം നിന്നത്? അപ്പോൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞതുപോലെ പല കൊടികൾ നാട്ടി, ഇപ്പോൾ അതാണല്ലോ, പല കൊടികൾ നാട്ടി അവർ വിജയം കൊയ്യാനിരിക്കുന്നു. ഇപ്പോൾ പറയുന്നതാണ് മനുഷ്യരായിട്ടുള്ളവരെല്ലാവരും വോട്ട് ചെയ്യണമെന്നാണ് ഒരു സെക്രട്ടേറിയറ്റ് പ്രതിനിധി പറയുന്നത്. വിത്തിൻ ബ്രാക്കറ്റ് ഉണ്ട്, അങ്ങ് കേട്ട് കാണുമല്ലോ. ആ ബ്രാക്കറ്റിനകത്ത് വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഇവർ വർഗീയത എന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിക്കുന്നവരാണ് ആ ബ്രാക്കറ്റിനകത്തിട്ടിരിക്കുന്ന പാർട്ടികൾ. അദ്ദേഹത്തെ തിരുത്തിയോ ഇവരെ മനുഷ്യരായിട്ടുള്ളവർ വോട്ട് ചെയ്യണമെന്നോ? പിന്നെ ഇത്രയും കാലം വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് മൃഗങ്ങളാണോ? അപ്പോൾ ആ മനുഷ്യർക്കകത്ത് ബ്രാക്കറ്റ് ഉണ്ട്. ഈ കോലിബി സഖ്യം എന്നൊക്കെ അടച്ചാക്ഷേപിക്കുന്ന അവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ വോട്ട് സ്വീകരിക്കുമെന്നാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവർ നാളെ മുതൽ ഈ പാണക്കാട് തങ്ങൾ ഇതിൽ പങ്കെടുത്തില്ല എന്നുള്ളത് വളരെ പ്രചാരണത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഏതായാലും നിലമ്പൂരിൻ്റെ മനസ്സറിയുന്ന സാധാരണക്കാരൻ്റെ കൂടെ നിൽക്കുന്ന തൃണമൂൽ എന്ന പദത്തിന് അങ്ങനെയും ഒരു അർത്ഥമുണ്ട്, അങ്ങേക്കറിയാമല്ലോ. ഇടത്തട്ടുകാരുടെ സാധാരണക്കാരുടെ പാർട്ടിയായിരുന്നു. 34 വർഷം അവിടെ ഭരിച്ചിരുന്നവരെ ഒന്നുമല്ലാതാക്കി 118 മണ്ഡലങ്ങളിൽ കെട്ടിവെച്ച തുക പോലും ഇല്ലാതാക്കുവാൻ ആ പാർട്ടിയുടെ നേതാവിന് കഴിഞ്ഞുവെങ്കിൽ ഇവിടെ അദ്ദേഹം പറയുന്ന ഞാനൊരു പുൽച്ചാടിയോ ഒരു പുഴുവോ എത്രത്തോളം അണുപ്രായനാണോ ആ അണുപ്രായനായ അദ്ദേഹം ഇവിടെ നിന്ന് ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാൻ അനുവദിക്കണം. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്, ജനങ്ങളാണ് ഇവിടെ എന്നെ നിർത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അന്ന് അവിടെ ബംഗാളിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അദ്ദേഹവും മമതാ ബാനർജി വരുന്നുണ്ടോ പ്രചരണത്തിന്? തീർച്ചയായും എത്തുമെന്ന് തന്നെയാണ്. ഉള്ള വോട്ട് കൂടെ പോകും. അല്ല, 17-ാം തീയതി മമതാ ബാനർജി വരികയാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വോട്ടുകൾ പോലും നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങളുടെ പെട്ടിയിൽ വീഴില്ല എന്നുള്ളതാണ്. പശ്ചിമ ബംഗാളിൽ കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് അറിയാലോ. അത് അങ്ങയുടെ ഒരു പ്രതീക്ഷയാണ്. ഹിന്ദുക്കളെ വംശഹത്യ ചെയ്യുക, ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുക, അങ്ങനെ ഒരു സമീപനമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണാധികാരി, ഒരു സ്വേച്ഛാധിപതി, അവർ ഇനി പി വി അൻവറിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ നിലമ്പൂരിൽ വന്നിറങ്ങിയാലുള്ള അവസ്ഥ കൂടി ഒന്ന് ആലോചിച്ച് നോക്കണം. അല്ല, അത്തരത്തിൽ വരാത്താണ് നല്ലത്. അല്ല, അത്തരത്തിൽ ഒരു സമീപനമാണ് എങ്കിൽ സ്വേച്ഛാധിപതികളുടെ നാടാണ് എന്ന് പറയുമ്പോൾ കേരളത്തെ ഏത് രീതിയിലേക്കാണ് വിവക്ഷിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ കേന്ദ്രം ഭരിക്കുന്നവരെയും ഈ ഇവിടുത്തെ സ്വേച്ഛാധിപതികളായിട്ടുള്ളവർ പറയുന്നത് എന്താണെന്നും അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അത് രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി അവരൊരു പ്രത്യേക ജനസിൽപ്പെടുന്ന ആളാണ് ശ്രീ. അല്ല, ഇവിടെ അത് അങ്ങനെയുള്ളൊരു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയതും അതിൻ്റെ പിന്നിലുണ്ട്. കോൺഗ്രസിൻ്റെ പിളർപ്പ് ചരിത്രം എത്രയോ പതിറ്റാണ്ടുകളായി മാധ്യമരംഗത്ത് നിൽക്കുന്ന അങ്ങേക്ക് അത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ലോ. അത് കോൺഗ്രസ് അന്നുണ്ടാക്കിയെടുത്ത കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് പിടിച്ചു നിന്നേ മതിയാവുള്ളൂ. അന്ന് അവർ യൂത്ത് കോൺഗ്രസിൻ്റെ ആളായിരുന്നു. അപ്പോൾ അവർക്ക് അന്ന് ആ യൂത്ത് കോൺഗ്രസിൽ നിന്നുകൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്ന അതേ ഉള്ളുമായിരുന്നു. പക്ഷേ അവരെ ആ ബംഗാൾ അംഗീകരിച്ചു എന്നുള്ളിടത്ത് നമുക്ക് അവരെ മറക്കാതിരിക്കാൻ കഴിയില്ല. അതുപോട്ടെ, അത് പശ്ചിമ ബംഗാളിലെ കാര്യം അവിടെ നിന്നോട്ടെ. ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു പുൽച്ചാടി പോലെ, അല്ലെ ഒരു അണുപ്രായനായ താൻ ജനങ്ങളോടൊപ്പം നിന്ന് തീർച്ചയായും തിരഞ്ഞെടുപ്പിൽ ശ്രീ പി വി അൻവർ നിർണായകമായി മാറും എന്നുള്ളതിന് സംശയമില്ല. കറിവേപ്പിലയല്ല എന്ന് പി വി അൻവർ തെളിയിക്കും. അല്ല, ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പോടുകൂടി ഇതൊന്നും പൂട്ടിക്കെട്ടി പോകുന്നില്ലല്ലോ. ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പോടുകൂടി എല്ലാം പൂട്ടിക്കെട്ടി അദ്ദേഹം വീട്ടിലിരിക്കാൻ പോകുന്നില്ല. 23-ാം തീയതിക്ക് ശേഷം ഇവിടെയുള്ള ചെറു കക്ഷികളുമായും സാംസ്കാരിക സംഘടനകളുമായിട്ടൊക്കെ ഇടപെട്ടുകൊണ്ട് ശക്തമായ ഒരു മുന്നണി ആയിട്ട് തന്നെ മുന്നോട്ട് പോകുവാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത്. നിലമ്പൂരിൽ അദ്ദേഹം വിജയിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഓക്കെ, അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഞാൻ തുടക്കത്തിൽ തന്നെ ചോദിച്ചു ബി ജെ പിയുടെ സാധ്യതകൾ, ബി ജെ പിയുടെ പ്രതീക്ഷ. കാരണം ഇങ്ങനെയൊരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കും എന്ന രാഷ്ട്രീയ പ്രതിയോഗികൾ പോലും കരുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായി നേരത്തെ മലയോര മേഖലയെക്കുറിച്ച് കൃത്യമായി അറിയുന്ന ബോധ്യമുള്ള അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെയാണ് ഇപ്പോൾ ഗോദയിൽ ഇറക്കിയിരിക്കുന്നത്. അതുവഴി ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് എന്താണ്, ബി ജെ പിയുടെ പ്രതീക്ഷകൾ എന്താണ് എന്നുകൂടി ഒന്ന് ചുരുക്കത്തിൽ പറഞ്ഞു വെക്കാൻ താങ്കൾക്ക്. ഓക്കെ, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് സ്ഥിരമായിട്ട് ബി ജെ പിയോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, അപ്പോ എനിക്കത് മറുപടി പറയാതെ പറ്റില്ല. ഈ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ
വടക്കോട്ട് നോക്കൂ, അവിടെ ക്രിസ്ത്യാനികളെ എല്ലാം കൊന്നൊടുക്കുന്നേ എന്ന് പറഞ്ഞ് LDF ഉം UDF ഉം വിലപിക്കുമ്പോൾ ഞാനും പറയുന്നത് വടക്കോട്ട് നോക്കൂ, അവിടെ ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷമുള്ള പല സംസ്ഥാനങ്ങളുമുണ്ട്. അവിടെയൊക്കെ 1, 2, 3 തവണയായിട്ട് സ്ഥിരമായി BJP മുന്നണി അധികാരത്തിലിരിക്കുക. നമ്മുടെ തൊട്ടടുത്ത് ഗോവയുണ്ട്, ക്രിസ്ത്യാനികൾക്ക് വലിയ സ്വാധീനമുള്ള 3 തവണ തുടർച്ചയായിട്ട് BJP അധികാരത്തിലിരിക്കുക. അവിടുത്തെ ക്രിസ്ത്യാനികളൊക്കെ തന്നെ പൊട്ടന്മാരാണ്, മന്ദബുദ്ധികളാണ്, അക്ഷരാഭ്യാസം ഇല്ലാത്തവരാണ്. അപ്പോൾ കേരളത്തിൽ കേവലം 18-19% മാത്രം ക്രിസ്ത്യാനിയുള്ളവരെ പേടിപ്പിക്കുകയാണ്. ലോകം മുഴുവൻ, ഇന്ത്യ മുഴുവൻ അവർ ക്രിസ്ത്യാനികളെ കൊല്ലുകയാണെന്ന് പറഞ്ഞു. ബീഹാറിലും UP-യിലും ഗുജറാത്തിലും ഒക്കെ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളില് നിരവധി MLA-മാര് BJP MLA-മാരാ, താമര ചിഹ്നത്തിൽ ജയിച്ചവരാ. അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് എന്താ വിവരമില്ലാഞ്ഞിട്ടാണോ? അപ്പോൾ കണ്ണടച്ച് ഇരുട്ടാക്കിക്കോട്ടെ, പക്ഷെ യാഥാർത്ഥ്യങ്ങൾ ഇതാണ്. ഈ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് ഒരിക്കലും മറച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം, തീർച്ചയായിട്ടും വരാം. അതായത് നിലമ്പൂരിന്റെ എന്നല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് LDF ഉം UDF ഉം ഒക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു സാധ്യതയുമില്ല. അവിടുത്തെ കണക്കുകളൊക്കെ നിരത്തിയിട്ട് പറയും ഒരു സാധ്യതയില്ല. ഇത് തന്നെയല്ലേ തൃശ്ശൂര് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഇവർ പറഞ്ഞത്? അവിടെ ഒരു സാധ്യതയുമില്ല. അവിടെ LDF-ന്റെ ആണെന്ന് LDF പറയും, UDF-ന്റെ ആണെന്ന് UDF പറയും, പഴയ കുറെ കണക്കുകൾ നിരത്തും. എന്നിട്ട് എന്താ സംഭവിച്ചത്? അവിടെ എങ്ങനെയാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന് പറഞ്ഞതുപോലെ കേരളത്തില് അസംഭാവ്യമായിട്ട് ഒരു കാര്യവുമില്ല. കാരണം കേരളം അനുഭവിച്ച് മടുത്തു കഴിഞ്ഞിരിക്കുന്നു. കേരളം ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെ LDF-ന്റെയും UDF-ന്റെയും സ്ഥിരമായിട്ടുള്ള പലവി പാവപ്പെട്ടവന്റെ, കർഷകന്റെ, കർഷക തൊഴിലാളികളുടെ, അടിച്ചമർത്തവന്റെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ, മതാന്യൂനപക്ഷം, ഇങ്ങനെ കുറെ മുദ്രാവാക്യമുണ്ടല്ലോ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇപ്പൊ ആശാവർക്കർമാരുടെ കാര്യം പറയുന്നു. അപ്പോ ഇത് കേന്ദ്രമാണെന്ന് ഞാൻ ചോദിക്കട്ടെ, സിക്കിം എന്ന് പറയുന്ന സംസ്ഥാനം, ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനം, ഇവരൊക്കെ സംസ്ഥാനങ്ങൾ തന്നെയല്ലേ? അവിടെയൊക്കെ അവരെ തൊഴിലാളികളായിട്ട് പ്രഖ്യാപിച്ചത് കേന്ദ്രമല്ലല്ലോ. എന്നിട്ട് ആശാവർക്കർമാർക്ക് ആനുകൂല്യം കൊടുക്കുന്നുണ്ടല്ലോ. തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടി പോരാടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പാവപ്പെട്ടവന്റെ വിയർപ്പിന്റെ കഥ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരൊറ്റ സംസ്ഥാനമല്ലേ ഉള്ളൂ, അത് കേരളമല്ലേ. ഈ ആശാവർക്കർമാരെ എന്തുകൊണ്ട് അംഗീകരിക്കാത്തത്? ഇപ്പൊ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അംഗീകരിക്കാമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് എന്തുകൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല? ഇതൊക്കെ ജനങ്ങൾ വിലയിരുത്തും, ഇതൊക്കെ ജനങ്ങൾ പഠിക്കും, അതനുസരിച്ചിട്ട് വോട്ട് ചെയ്യും. ഏതായാലും നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മലയോര കർഷകര്, കാർഷിക മേഖലയിൽ അടിത്തറയുണ്ടാക്കിയവര് തീർച്ചയായിട്ടും ഒരു മാറ്റത്തിന് വേണ്ടി ചിന്തിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോ. അതുകൊണ്ട് തന്നെ ശ്രീ മോഹൻ ജോർജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ആ മലയോര കർഷകരുടെയും അവിടുത്തെ കാർഷിക പാരമ്പര്യത്തിന്റെയും ഒക്കെ പ്രതിനിധി തന്നെയാണ്. ഇന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റം നമുക്ക് മുനമ്പം വിഷയം മുതൽ വളരെ വ്യക്തമാണല്ലോ. LDF ഉം UDF ഉം സമർത്ഥമായിട്ട് പറ്റിച്ച ഇവിടുത്തെ ഒരു വിഭാഗമാണല്ലോ ഇവിടുത്തെ ക്രൈസ്തവർ. ആ ക്രൈസ്തവർ ഇപ്പൊ യാഥാർത്ഥ്യം മനസ്സിലാക്കി. ഇന്നലെ വരെ UDF-ന് വേണ്ടി അല്ലെങ്കിൽ LDF-ന് വേണ്ടി ഈ രണ്ട് വശത്ത് നിന്നുകൊണ്ട് ഈ ഇവിടുത്തെ ക്രൈസ്തവ വോട്ട് ബാങ്കിനെ ഇവർ രണ്ടുപേരും ദുരുപയോഗം ചെയ്ത് അധികാരത്തിലെത്തിയതിനു ശേഷം ക്രൈസ്തവർക്ക് വേണ്ടി എന്ത് കാര്യം ചെയ്തു അവരിത് വിലയിരുത്തിയിട്ടുണ്ട്. അവരുടെ മതമേലധ്യക്ഷന്മാരും രാഷ്ട്രീയ പാർട്ടികളും മാത്രമല്ല, അടിത്തട്ടിലുള്ള സാധാരണ വിശ്വാസികൾ വരെ ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക. അവരുടെയൊക്കെ ജിഹുകൾ, അത് ദീപികയാണെങ്കിലും മനോരമയാണെങ്കിലും ആര് തന്നെയാണെങ്കിലും ഈ വസ്തുതകളൊക്കെ ഇവരെ തുറന്നെഴുതുന്നുണ്ട്. അവരുടെ മുമ്പിൽ ആകെപ്പാടെ പാഴ്മുഖം മുറം കൊണ്ട് സൂര്യനെ മറയ്ക്കാമെന്ന് പറയുന്നത് പോലെ എപ്പോഴും എടുത്ത് വിളമ്പാൻ ഒരു കാര്യമേ ഉള്ളൂ. ദേ പള്ളി തകർക്കുന്നേ, ക്രിസ്ത്യാനിയെ കൊല്ലുന്നേ. അങ്ങനെയാണെങ്കിൽ പള്ളിയെ തകർക്കുകയും ക്രിസ്ത്യാനിയെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ലോകത്തെ എത്രയോ ഏരിയ ഉണ്ട്, എത്രയോ രാജ്യങ്ങളുണ്ട്. എന്താ മിണ്ടാത്തെ? അപ്പോൾ അവിടെയൊക്കെ പള്ളി തകർക്കുകയും ക്രിസ്ത്യാനികളെ കൊല്ലുകയും ചെയ്യുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇസ്ലാമിക തീവ്രവാദികളാണ്. ഞങ്ങൾക്ക് മിണ്ടാൻ പറ്റിയല്ല. തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കൾ പറയേണ്ട കാര്യമാണ് ശർമ്മിഷ്ഠയെ കുറിച്ച്. എന്താ ശർമ്മിഷ്ഠയെ അറസ്റ്റ് ചെയ്തത്? അപ്പൊ ശർമ്മിഷ്ഠ പനോളിയെ അറസ്റ്റ് ചെയ്യാൻ 22 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയാ. ആ വിദ്യാർത്ഥിനിയെ അറസ്റ്റ് ചെയ്യാൻ തൃണമൂൽ കോൺഗ്രസിന്റെ പോലീസ് അങ്ങ് ഹരിയാന വരെ പോയി 1500 കിലോമീറ്റർ പോയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു ജയിലിലടച്ചു. അവിടെ 3 MP-മാർ, തൃണമൂൽ കോൺഗ്രസിന്റെ MP-മാർ ഹിന്ദു ദൈവങ്ങളെ അവഹേളിച്ചതിന് വ്യക്തമായ തെളിവുണ്ട്. FIR ഉണ്ട്, കേസുണ്ട്. എന്താ അറസ്റ്റ് ചെയ്യാത്തത്? തൃണമൂൽ കോൺഗ്രസ് മറുപടി പറയേണ്ട കാര്യമാണ്. ആ തൃണമൂൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ഇവിടുത്തെ LDF ഉം UDF ഉം ഒക്കെ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് മറുപടി പറയേണ്ടി വരും. ഏതായാലും നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വികസനം എന്ന് പറയുന്ന ഒരു ഒറ്റ അജണ്ടയാണ് BJP മുന്നോട്ട് വെക്കുന്നത്. അവിടെ ഈ കാലഘട്ടം അത്രയും ഭരിച്ച ഇവിടുത്തെ UDF ഉം LDF ഉം മറുപടി പറയേണ്ടി വരുന്നത് സാധാരണക്കാരന്റെ വികസനത്തെ കുറിച്ച് ഉള്ള ചോദ്യങ്ങൾക്കാണ്. അതിനുള്ള മറുപടി BJPയുടെ വിജയം മാത്രമാണ് എന്ന് ഇന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അതിന്റെ പ്രതിഫലനം അവിടെ ഉണ്ടാകും. അതിനുവേണ്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി അവിടെ ശ്രീ മോഹൻ ജോർജിനെ മത്സരിപ്പിക്കുന്നത്. അതിന്റെ ഫലവും തീർച്ചയായിട്ടും കേരളത്തിന് വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കാൻ BJPക്ക് സാധിക്കും, NDAക്ക് സാധിക്കും.
അഡ്വക്കേറ്റ് അസ്കർ 2 മിനിറ്റ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അപ്പം വിജയം ഉറപ്പാണ് LDF-നെ സംബന്ധിച്ചിടത്തോളം. ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം പ്ലീസ്. യെസ്, ഓക്കെ ഓക്കെ പറഞ്ഞോളൂ. നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് സമവാക്യങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യമാണ്. ഞാൻ നേരത്തെ ശ്രീ ജയസൂര്യൻ പറഞ്ഞ ഒരു കാര്യത്തിന് ഒരു വിയോജിപ്പ് കൂടി പറയുന്നു. അദ്ദേഹം പറയുന്നത് മലയോര കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ശ്രീ മോൻ വർഗീസിന്റെ സ്ഥാനാർത്ഥികൾ. അദ്ദേഹത്തിന്റെ വിജയപ്രതീക്ഷയിൽ ഒരു കാര്യത്തിലും ഈ തൽക്കാലം അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ 1973 കേന്ദ്രം പാസാക്കിയ വന്യജീവി സംരക്ഷണ നിയമം അതൊന്ന് ഭേദഗതി ചെയ്ത് സംസ്ഥാനങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അധികാരം കവർന്നെടുത്തത് തിരികെ കൊടുക്കുന്ന തരത്തിലേക്ക് ആ നിയമം ഒന്ന് ഭേദഗതി ചെയ്താൽ നിയമം നടപ്പാക്കിയാൽ അങ്ങനല്ല, ഉള്ള നിയമം അല്ലല്ലോ. എന്തുകൊണ്ട് സംസ്ഥാനത്തിന് അങ്ങയുടെ നേതാവ് ശ്രീമതി മേനകാ ഗാന്ധിയോട് അതൊന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തി ആ നിയമം ഭേദഗതി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നിങ്ങൾ കേരളത്തിലെ ക്രിസ്ത്യാനികളെ പറ്റിക്കുന്ന കാര്യം പറഞ്ഞു. ആദരണീയനായ കിരൺ റിജ്ജു മുനമ്പത്ത് വന്നൊരു പ്രസ്ഥാനം നടത്തിയിരുന്നു. റെട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. അവരെ പറ്റിച്ചത് നിങ്ങളല്ലേ? കാലാകാലങ്ങളായി അല്ലല്ല, അവരുടെ അതിലെ ചില കാസക്കാർക്ക് സംശയം ഉണ്ടാവില്ല. കാസക്കാർക്ക് സംശയമില്ല. കാസക്കാർ നിങ്ങളോടൊപ്പം നിൽക്കുകയാണല്ലോ. നിങ്ങൾ ഉണ്ടാക്കിയ സംഘടനയാണല്ലോ കാസ. അപ്പൊ കാസക്കാർക്ക് ആ സംശയം ഉണ്ടാവില്ല. പരിവാർ സംഘടനയെ പ്രവർത്തിക്കുകയാണ് ഇപ്പൊ കാസ. സംശയമില്ല, ഒരു ക്രിസ്ത്യാനിക്ക് സംശയമില്ല. അല്ല കാസയ്ക്ക് സംശയമില്ല. കാസ എന്ന് പറയുന്നത് പരിവാർ സംഘടനയാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് ഒരു സംശയക്കാര്യത്തിൽ വരില്ല. എന്തായാലും ഇടതുപക്ഷത്തിന് നിശ്ചയമായും നിലമ്പൂർ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. കേരള സംസ്ഥാനത്തിന്റെ പിണറായി സർക്കാരിന് അല്ല, സ്വരാജിന് നിശ്ചയമായും ലഭിക്കും, ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. മാത്രമല്ല, സംസ്ഥാനത്ത് മൂന്നാമതും പിണറായി സർക്കാർ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തുന്നതിന്റെ നാന്ദിയായിരിക്കും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ. സെമി ഫൈനൽ ബാറ്റിൽ വിജയിക്കും എന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിലമ്പൂരിൽ ഒരു അസാധാരണ പോരാട്ടമാണ് നടക്കുന്നത്. ആര് ജയിക്കും എന്ന് പ്രവചിക്കാനാവാത്ത സാഹചര്യം. ഓരോ മുന്നണിയും അവരുടെ പെട്ടിയിൽ വീഴുമെന്ന് പ്രതീക്ഷിക്കുന്ന വോട്ടുകൾ വിഘടിച്ചു പോകാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ അടിയൊഴുക്കുകളും പ്രവചനാതീതമാണ്. മൊത്തത്തിൽ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനൽ പോരാട്ടത്തിന് വീറും വാശിയും ഏറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.